ഹായ് ഓൾ. അപ്പം നമ്മുടെ ഇന്ന് 18/8/2025 നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ യൂണിവേഴ്സിറ്റി ഇൻ കേരള 276/2024 നോട്ടിഫിക്കേഷൻ നമ്പറുള്ള എക്സാം നടന്നായിരുന്നു രാവിലെ. അപ്പം അതിന്റെ ആൻസർ കീ അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഏണസ്റ്റ് അക്കാദമി അല്ലെങ്കിൽ ബിഗ് ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ 3 അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. പോസ്റ്റിലേക്കല്ല, 3 ഡിപ്പാർട്ട്മെന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ യൂണിവേഴ്സിറ്റി ഇൻ കേരളയുടെ എക്സാം ഇന്നായിരുന്നു. അപ്പോൾ അതിന്റെ ആൻസർ കീ ആണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പം ഓരോന്നായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം, എന്താണ് ആൻസർ വരുന്നതും അതിന്റെ മൊത്തത്തിലുള്ള ഡിസ്കഷൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഏണസ്റ്റ് അക്കാദമിയുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ ബൈമെറ്റൽ സ്ട്രിപ്പ് ഓഫ് ഈക്വൽ ലെങ്ത് ഫോർ ബോത്ത് മെറ്റൽ ഈസ് പാക്ഡ് ലെങ്ത് വൈസ് ഇൻ ബിറ്റ്വീൻ ടു വാൾസ് ആൻഡ് ദ സ്പെസിമെൻ ഈസ് ഹീറ്റഡ്, വിച്ച് മെറ്റീരിയൽ വിൽ ബി സബ്ജക്റ്റഡ് ടു ടെൻഷൻ. വളരെ റെലവെന്റ് ആയ ഒരു ചോദ്യമാണ്. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്നുള്ള ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ചെയ്യുന്നത് ബി എന്ന് പറയുന്ന ഓപ്ഷനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബി ഓപ്ഷനുള്ള ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ബി ഓപ്ഷനുള്ള ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ക്വസ്റ്റിന്റെ നമ്പർ ആ രീതിയിലായിരിക്കും പോകുന്നത്. ബി ഓപ്ഷനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പൊ ഇത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് അല്ലെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്നുള്ള ചോദ്യമാണ്. സ്വാഭാവികമായിട്ടും ഇത് തെർമൽ സ്ട്രെസ്സിനെ ബേസ് ചെയ്തുള്ള ചോദ്യമാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് രണ്ട് എൻഡ് ഫിക്സഡ് ആണ്. രണ്ട് എൻഡ് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ബൈമെറ്റൽ സ്ട്രിപ്പിന്റെ രണ്ട് എൻഡും ഫിക്സഡ് ആണെന്ന് പ്രത്യേകം ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, രണ്ട് എൻഡും ഫിക്സഡ് ആണ്. അങ്ങനെയെങ്കിൽ ഈ പറയുന്നതിൽ ഏതിലാണ് ടെൻഷൻ സബ്ജക്റ്റ് ആവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ട് എൻഡ് ഫിക്സഡ് ആണെങ്കിൽ ആൻസർ ഉറപ്പായിട്ടും വരുന്നത് ദ മെറ്റൽ വിത്ത് ലോവർ തെർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് വി ഹാവ് ദ എന്തുമായിരിക്കും, ടെൻഷൻ. അതിനായിരിക്കും ടെൻഷൻ ഉണ്ടാവാൻ പോകുന്നത്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ 1ന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരുന്നത്. ദ മെറ്റൽ വിത്ത് ലോവർ തെർമൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ആൽഫ എന്ന് പറയും. ആൽഫയാണ് പുള്ളിങ് അല്ലെങ്കിൽ ടെൻഷന് വിധേയമാകുന്നത്. കാരണം ഹയർ ആൽഫ ആണെങ്കിൽ, ഹയർ തെർമൽ എക്സ്പാൻഷൻ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും മെറ്റൽ എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും എന്തിന് വിധേയമാകും, കംപ്രഷന് വിധേയമാകാൻ സാധ്യത. ഓക്കെ, അങ്ങനെയാണ്. മറ്റേന്തിനു പോകും, ടെൻഷന് പോവുകയും ചെയ്യും. അപ്പം ഹയർ ആയിട്ടുള്ള ഏതാണോ മെറ്റീരിയൽ അതിന് കംപ്രഷന് വിധേയമാകുകയും ലോവർ ആൽഫ ഉള്ളത് ഓപ്ഷൻ നോക്കുമ്പോൾ ഹയർ തെർമൽ എക്സ്പാൻഷൻ ബിയിൽ കിടപ്പുണ്ട്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഹയർ തെർമൽ എക്സ്പാൻഷൻ ആണ്. അത് ആൻസർ ആയിട്ട് വരില്ല. കാരണം അത് ഹയർ എക്സ്പാൻഷൻ എപ്പോഴും എന്തിനു പോകും, തെർമോസ്ട്രെസ് ഒരു സ്ഥാനത്ത് വെച്ചിരിക്കുവാണെങ്കിൽ ആ മെറ്റല് അകത്തേക്ക് പോകാൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ടാണ് കംപ്രഷന് വിധേയം. എന്നാൽ ലോവർ തെർമൽ എക്സ്പാൻഷൻ ഉള്ളത് ഈ പറയുന്ന കൂട്ട് എക്സ്പാൻഷന് വിധേയം അല്ലെങ്കിൽ പറഞ്ഞ ടെൻഷന് വിധേയമാകും കേട്ടോ. അപ്പൊ ആൻസർ സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ ആൻസർ ഓപ്ഷൻ സി എന്ന് വരും. ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണം. ക്വസ്റ്റ്യൻ 2, ദാറ്റ് ഈസ് ഇഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷൻ ഈസ് സെൻട്രലി ലോഡഡ് ഇൻ ഡൗൺവേർഡ് ഡയറക്ഷൻ according to the theory of simple bending, which portion will be subjected to compression എന്നാണ് ചോദ്യം. താഴെ പറയുന്നതിൽ എന്താണ്, ഏത് ഭാഗമാണ് കംപ്രഷന് വിധേയമാകുന്നത്? അപ്പം ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ കേസാണ്. അപ്പം ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആവുമ്പോൾ സെൻട്രൽ ലോഡ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സെൻട്രൽ ലോഡ് സിംപ്ലി സപ്പോർട്ടിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ സിംപ്ലി സപ്പോർട്ടഡ് ബീം കാണിക്കുമ്പോൾ സെൻട്രൽ ലോഡിന്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും എപ്പോഴും നോർമൽ ആക്സിസിന് അല്ലെങ്കിൽ ന്യൂട്രൽ ആക്സിസിന് മുകളിലുള്ളതായിരിക്കും എന്തിന് വിധേയമാകുന്നത്, കംപ്രഷന് വിധേയമാണ്. അപ്പൊ എന്തുമായിരിക്കും ആൻസർ വരുന്നത്, സ്വാഭാവികമായിട്ടും പോർഷൻ എബോവ് ദ ന്യൂട്രൽ ആക്സിസ് വിൽ ഹാവ് ദി കംപ്രഷൻ ആണല്ലോ. കാരണം ബെൻഡിങ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇങ്ങനെ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഈ ബീം എന്ത് ചെയ്യും, ബെൻഡ് ചെയ്യും. ബെൻഡിങ് എന്ന് പറഞ്ഞാൽ സാഗിങ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം മുകളിലത്തെ ഭാഗം എന്ന് പറയുന്നത് കംപ്രഷനും അതേ കൂട്ട് തന്നെ ബോട്ടം എന്ന് പറയുന്നത് ടെൻഷനും വിധേയവും. മുകളിലത്തെ ഭാഗം കംപ്രഷനും ബോട്ടം സൈഡ് ടെൻഷനും വിധേയമാകും. അതാണ് അതിന്റെ ആൻസർ. സോ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷൻ ഈസ് സെൻട്രലി ലോഡഡ് ഇൻ downward direction according to the theory of simple bending, the portion above the neutral axis subjected to compression. So option A ആണ് ക്വസ്റ്റ്യൻ നമ്പർ 2ന്റെ ആൻസർ ആയിട്ട് വരും. ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. തേർഡ് ക്വസ്റ്റ്യൻ, എ ടോർഷണലി ഇക്വലന്റ് ഷാഫ്റ്റ് വിൽ ഹാവ്. ടോർഷണലി ഇക്വലന്റ് ആയിട്ടുള്ള ഷാഫ്റ്റിന് എപ്പോഴും ഓർത്തോണം സെയിം ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ആയിരിക്കും. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 3. സ്വാഭാവികമായിട്ടും എപ്പോഴും സെയിം ടോർക്കിൽ വരുമ്പോൾ സെയിം ടോർക്ക്, അതാണ് ടോർഷണൽ ഇക്വലന്റ് ഉദ്ദേശിച്ചതല്ലേ. ടോർഷണൽ ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ സെയിം ടോർക്ക് എന്നാണ് അർത്ഥം. സെയിം
ടോർക്ക് എന്നാണ് അർത്ഥം. അപ്പം സെയിം ടോർക്ക് വരുവാണെങ്കിൽ എപ്പോഴും ഈ പറയുന്ന ഷാഫ്റ്റിന് സെയിം ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ആയിരിക്കും. റിജിഡിറ്റി മോഡുലസോ ടോർഷനോ അല്ലെങ്കിൽ ഓൾ ഓഫ് ദി അബോ ഒന്നുമല്ല, സെയിം ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ആയിരിക്കും. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 3. ഇതും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ചോദ്യമാണ് കേട്ടോ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4 പറയുന്നത് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷൻ ആൻഡ് സ്പാൻ ലെങ്ത് L വിത്ത് സെൻട്രൽ പോയിന്റ് ലോഡ് W is given by the formula. അത് ഓൾറെഡി നമുക്ക് ആ ഫോർമുല നമ്മൾ കാണാതെ പഠിക്കുന്നതാണ്. നമുക്കറിയാം മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഇങ്ങനെയുള്ള ഒരു ബീമിന്റെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്താണ്? മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്താ പറയുന്നത്? സിംപ്ലി സപ്പോർട്ടർ ആണ് ബീം, കൂടാതെ യൂണിഫോം ക്രോസ് സെക്ഷൻ ആണ്, സ്പാന്റെ ലെങ്ത് L ആണ്, സെൻട്രൽ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നത്. പോയിന്റ് ലോഡ് ആണ് മുമ്പത്തെ ചോദ്യത്തിൽ തന്നെ W എന്നുള്ള പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഓർത്തിരുന്നോണം, വിച്ച് വിൽ ബി WL/4 എന്നാണ് ഇക്വേഷൻ. എന്താണ്? WL/4 എന്ന് വരും. സോ സ്വാഭാവികമായിട്ടും ആൻസർ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ 4th ക്വസ്റ്റ്യൻ. ഡയഗ്രാം ബെൻഡിങ് മൊമെന്റ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം അറിയാമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 4. അടുത്ത ക്വസ്റ്റിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5. ക്വസ്റ്റ്യൻ നമ്പർ 5 പറയുന്നത് പോയിന്റ് ഓഫ് കോൺട്രാ ഫ്ലക്സർ. വളരെ ഇമ്പോർട്ടന്റ് 11th ചോദ്യമാണ്, എപ്പോഴും ചോദിച്ചു കാണുന്നതാണ്. പോയിന്റ് ഓഫ് കോൺട്രാ ഫ്ലക്സർ എന്താണെന്നാണ് ചോദ്യം, അല്ലെ? പോയിന്റ് ഓഫ് കോൺട്രാ ഫ്ലക്സർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്വാഭാവികമായിട്ട് പോയിന്റ് ഓഫ് കോൺട്രാ ഫ്ലക്സർ എന്ന് പറയുമ്പോൾ നമ്മൾ ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആകുന്ന പോയിന്റ് അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് സൈൻ ചേഞ്ച് ചെയ്യുന്ന പോയിന്റിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോയിന്റ് ഓഫ് കോൺട്രാ ഫ്ലക്സർ. അപ്പം നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ചോയ്സിനകത്ത് 1 എന്ന് പറയുന്നത് ഓൾറെഡി ട്രൂ ആണ്. ദെൻ ദ പോയിന്റ് അറ്റ് ഷിയർ ഫോഴ്സ് ചേഞ്ചസ് സൈൻ, അത് നമുക്ക് ഒരിക്കലും ആൻസർ ആയിട്ട് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് അത് വരില്ല. ദെൻ ദിസ് ഈസ് ഓൾസോ നോൺ ആസ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ, അത് ശരിയാണ്. അതിനെ എന്ത് വിളിക്കാം? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് വിളിക്കാം. ദ പോയിന്റ് ഓഫ് സീറോ ഷിയർ ഫോഴ്സ് അല്ല. അപ്പം 2ഉം 4ഉം റോങ് ആണ്, 1ഉം 3ഉം ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ B is the right answer for this question. Point of contraflexion is the point at which bending moment changes sign, and also the point of inflection വേണമെങ്കിൽ വിളിക്കാം. So option B is the right answer for question number 5. Clear? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. Question number 6. A rectangular beam of 12 centimeter wide and 10 centimeter deep is subjected to bending. If the maximum bending moment is 90 kilonewton meter, then maximum bending stress is. ഇപ്പൊ ചോദ്യം പറഞ്ഞിരിക്കുന്നത് റെക്ടാംഗുലർ ബീമിന്റെ കേസ് ആണ്. അതിന്റെ ബിയുടെ വാല്യൂ പറഞ്ഞിരിക്കുന്നത് 0.12 എന്നും, അതുകൊണ്ട് തന്നെ അതിന്റെ ടി പറഞ്ഞിരിക്കുന്നത് 0.10 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിരിക്കുന്നത് 90 kilonewton meter എന്നാണ്. ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്ത് കാണാണ്? മാക്സിമം ബെൻഡിങ് സ്ട്രെസ് എന്നാണ്. നമുക്കറിയാം ബെൻഡിങ്ങിന്റെ ഇക്വേഷൻ സിഗ്മ ബൈ എം ഇസ് ഈക്വൽ ടു y/i എന്നുള്ള ഇക്വേഷൻ, സിഗ്മ ബൈ y ഇസ് ഈക്വൽ ടു m/i എന്നുള്ള ഇക്വേഷൻ നിന്നും നമുക്ക് ഈസി ആയിട്ട് സിഗ്മ കണ്ടുപിടിക്കാം. അപ്പൊ സിഗ്മ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? y അറിയാമായിരിക്കണം. y-യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? d/2 ആണ്. d/2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും സ്വാഭാവികമായിട്ടും 0.5. d നമുക്ക് കിട്ടുമല്ലോ 0.05 മീറ്റർ എന്ന് കിട്ടും. d ഇനി y കിട്ടും. ദെൻ നമുക്ക് i കണ്ടുപിടിക്കണം. i എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. i എന്ന് പറഞ്ഞാൽ റെക്ടാംഗുലർ ആയതുകൊണ്ട് BDQ/12 എന്ന് വരും. നമ്മൾ ഇപ്പൊ തന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ b പറഞ്ഞിരിക്കുന്നത് 0.12 ആണ്, കൂടാതെ നമ്മുടെ d എന്ന് പറയുന്നത് 0.10 ആണ്. അപ്പം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടുന്നത് 0.10 ചെയ്യുമ്പോൾ നമുക്ക് 1 അല്ലെ 1 × 10⁻⁻5 എന്ന് കിട്ടും. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ നോക്കി 1 × 10⁻⁵ എന്ന് കിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും സിഗ്മ കാണാൻ പറഞ്ഞു. ചോദ്യം എന്ത് കാണാനാ? സിഗ്മ മാക്സ് കാണാനാ. അപ്പൊ നമുക്ക് ചെയ്യാം, എന്ത് ചെയ്യാം? m × y/i എന്ന് വരും. എമ്മിന്റെ വാല്യൂ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. എത്രയാണ്? 90 കിലോ ആണ്. അപ്പൊ 90 × 10⁻³ × 0.05 ഡിവൈഡഡ് ബൈ നമ്മുടെ 1 × 10⁻⁻5 അല്ലെ 1 × 10⁻⁻5. ഈ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 450 എന്നാണ് കേട്ടോ. 450 മെഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. 450 മെഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കറക്റ്റ് ആൻസർ കിട്ടും. അപ്പം എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ക്വസ്റ്റ്യൻ 6ന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 450 മെഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അടുത്ത ക്വസ്റ്റിലോട്ട് നോക്കട്ടെ. 7th question. A simple shear stress acting on a body is accompanied by a complementary shear stress of equal magnitude acting in the direction എന്നാണ് ചോദ്യം, അല്ലെ? അപ്പം സ്വാഭാവികമായിട്ടും അതിന്റെ ആക്ടിങ് ഇൻ ദ ഡയറക്ഷൻ
ആക്സിയൽ ഡയറക്ഷൻ ആണ് കേട്ടോ. ആക്സിയൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. സോ സിമ്പിൾ ഷിയർ സ്ട്രെസ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുമ്പോൾ അതിന്റെ കോംപ്ലിമെന്ററി ഷിയർസ് എന്ന് പറയുന്നത് ആക്സിയൽ ഡയറക്ഷനിലായിട്ട് ആക്ട് ചെയ്യും. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 7. ക്ലിയർ? ക്വസ്റ്റ്യൻ നമ്പർ 8 എന്ന് പറയുന്നത് വർക്ക് ഡൺ ഇൻ ടെൻഷൻ അപ് ടു ഫ്രാക്ചർ പറഞ്ഞിരിക്കുന്നല്ലേ. വർക്ക് ഡൺ ഇൻ എ മെറ്റീരിയൽ ഇൻ എ സിമ്പിൾ ടെൻഷൻ അപ് ടു ഫ്രാക്ചർ ഈസ് നോൺ ആസ്. സ്വാഭാവികമായിട്ടും സിമ്പിൾ ഒരു ചോദ്യമാണ്. വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? മോഡുലസ് ഓഫ് റെസിലിയൻസ് ആണ് കേട്ടോ. മോഡുലസ് ഓഫ് റെസിലിയൻസ് ഓപ്ഷൻ ബി ആണ്. കാരണം ഏരിയ അണ്ടർ ഏതായിരിക്കും? ഫുൾ സ്ട്രെയിൻ സ്ട്രെസ് സ്ട്രെയിൻ അല്ലെ, സ്ട്രെസ് സ്ട്രെയിൻ കർവിന്റെ ഫുൾ ഏരിയ ആണ് നമ്മൾ വിളിക്കുന്നത് മോഡുലസ് ഓഫ് റെസിലിയൻസ് വിളിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ 8ന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരും. ക്ലിയർ? 9th ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി ഈസ് ബെറ്റർ ആപ്ലിക്കബിൾ ടു. മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എപ്പോഴും ബ്രിട്ടിൽ മെറ്റീരിയലാണ് കേട്ടോ. ഡക്റ്റൈൽ മെറ്റീരിയലാണ് കേട്ടോ. എപ്പോഴും മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി ആക്ട് ചെയ്യുന്നത് എപ്പോഴും ഡക്റ്റൈൽ മെറ്റീരിയലായിരിക്കും. ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡക്റ്റൈൽ മെറ്റീരിയലാണ് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി ആക്ട് ചെയ്യുന്നത്. അപ്പൊ 9th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി എന്ന് വരും. ഓക്കെ. 10th ക്വസ്റ്റ്യൻ The strongest column are those with dash slenderness ratio. Strongest column എന്ന് പറയുന്നത് slenderness ratio ഏതുള്ളത് എന്നാണ് ചോദ്യം. സ്ട്രോങ്സ്റ്റ് കോളത്തിന് എപ്പോഴും സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് ലാംഡ അല്ലെ. സ്ലെൻഡർനെസ് റേഷ്യോ ലാംഡ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ലോവർ അല്ലെങ്കിൽ സ്മോളസ്റ്റ് വാല്യൂ ആയിരിക്കണം. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ ആണല്ലോ. കാരണം ബക്ലിങ്ങിന്റെ റിസ്ക് കുറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന സ്ലെൻഡർനെസ് റേഷ്യോ എന്ത് ചെയ്യണം? കുറഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് സ്ട്രോങ്സ്റ്റ് കോളത്തിന് ബക്ലിംഗ് കുറവാകണമെങ്കിൽ ഈ പറയുന്ന സ്ലെൻഡർനെസ് റേഷ്യോ ലോ ആയിരിക്കണം, സ്മോളസ്റ്റ് ആയിരിക്കണം. സോ സ്മോളസ്റ്റ് സ്ലെൻഡർനെസ് റേഷ്യോ എന്നുള്ളതാണ് ആൻസർ. സോ 10th ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 11th ക്വസ്റ്റ്യൻ The ratio between longitudinal stress and volumetric strain. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, എല്ലാവർക്കും ആൻസർ കിട്ടുന്ന ഒരു ചോദ്യമാണ് അല്ലെ. എന്തുവാണ്? സ്വാഭാവികമായിട്ടും the ratio between longitudinal stress and volumetric strain which is known as bulk modulus അല്ലെ. ശരിയല്ലേ? അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ബൾക്ക് മോഡുലസ് എന്ന് വിളിക്കും കേട്ടോ. ഓർത്തിരുന്നോണം, അതാണ് ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് K is equal to ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഡയറക്ഷൻ ഡിവൈഡഡ് ബൈ dV by V എന്ന് പറയാം. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ടു വോളിയം സ്ട്രെസ് which is known as bulk modulus K. ഓക്കേ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകട്ടെ. 12th ക്വസ്റ്റ്യൻ ultimate strength and breaking strength in tensile loading is almost same for. ultimate strength എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബ്രേക്കിംഗ് സ്ട്രെങ്ത് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. അൾട്ടിമേറ്റ് സ്ട്രെങ്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബ്രേക്കിംഗ് സ്ട്രെങ്ത് അല്ലെ. ആ ബ്രേക്കിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബ്രിട്ടിൽ മെറ്റീരിയലിനാണ് എപ്പോഴും അല്ലെ. എപ്പോഴും ഓർത്തോണം, ഓൾമോസ്റ്റ് എപ്പോഴും സെയിം ആയിട്ട് വരുന്നത് എന്തായിരിക്കും? ബ്രിട്ടിൽ മെറ്റീരിയലായിരിക്കും. അൾട്ടിമേറ്റ് സ്ട്രെസ്സും അതുകൊണ്ട് തന്നെ ബ്രേക്കിംഗ് സ്ട്രെങ്തും ഒരേപോലെ വരുന്നത് ബ്രിട്ടിൽ മെറ്റീരിയലിനായിരിക്കും. കാരണം സ്വാഭാവികമായിട്ടും അത് ബ്രിട്ടിൽ മെറ്റീരിയൽ എന്തുണ്ടാകാൻ പാടില്ല? നെക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ് ഉണ്ടാവത്തില്ല അല്ലെ. നെക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ എവിടെ വെച്ചുണ്ടാകുന്നത്? ആ ബ്രേക്കിംഗ് സ്ട്രെങ്ത് സ്വാഭാവികമായിട്ടും അൾട്ടിമേറ്റ് ബ്രേക്കിംഗ് സ്ട്രെങ്ത് ആവുന്നിടത്ത് വരെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് വരുന്നത് ഈക്വൽ ടു വരുന്നത് എപ്പോഴും ബ്രിട്ടിൽ മെറ്റീരിയൽ ആയിരിക്കും. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ 12th ക്വസ്റ്റ്യൻ. ക്ലിയർ ആണ്? ഓപ്ഷൻ ബി ആണ് 12th ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the expression 1 minus 1 by rk raised to gamma minus 1 എന്ന് പറയുന്നത് denotes the following efficiency of an IC engine where is the compression ratio rk അല്ലെ r is the compression ratio and gamma is the ratio of two specific heats. എന്താണ്? സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഓട്ടോ സൈക്കിളിന്റെ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസിക്കുള്ള ഇക്വേഷൻ ആണ്. ഡയറക്റ്റ് സിമ്പിൾ ചോദ്യമാണ്. ഓട്ടോ സൈക്കിളിന്റെ എഫിഷ്യൻസിക്കുള്ള എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസിക്കുള്ള ഇക്വേഷൻ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ 13th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആയിട്ട് വരും. സോ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 14th ക്വസ്റ്റ്യൻ the main causes for the irreversibility in. അത് നമ്മുടെ തെർമോഡൈനാമിക്സിന്റെ ചോദ്യമാണ്. എന്താണ് ഇറിവേഴ്സിബിലിറ്റിക്കുള്ള മെയിൻ കോസ് എന്താണെന്നാണ് ചോദ്യം. 14th ക്വസ്റ്റ്യൻ പറയുന്നത് ഇറിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഉണ്ടാവുന്നു? നമുക്ക് വേണമെങ്കിൽ പറയാം ഫ്രിക്ഷൻ കാരണം ഉണ്ടാവുന്നുണ്ട്. ശരിയല്ലേ? ഫ്രിക്ഷൻ കാരണം നമ്മൾ ഓൾറെഡി പറയുന്ന മെക്കാനിക്കൽ ഫ്രിക്ഷൻ കാരണം ഈ പറയുന്ന സാധനമാണ്, മെക്കാനിക്കൽ ഫ്രിക്ഷൻ കാരണം ഉണ്ടാവും. പിന്നെ പറയാൻ പറ്റുന്നത് സ്വാഭാവികമായിട്ടും ഹീറ്റ് അല്ലെങ്കിൽ അൺറെസ്ട്രിക്റ്റഡ് എക്സ്പാൻഷൻ കാരണം ഉണ്ടാവും.
അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫർ കാരണം 3 കാരണം ഉണ്ടാവുന്നുണ്ട്. സോ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി അബോ. 14th ക്വസ്റ്റ്യന്റെ റിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഓഫ് ദി അബോ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം അത് എക്സ്പാൻഷൻ, അൺറെസ്ട്രിക്റ്റഡ് എക്സ്പാൻഷൻ കാരണവും ഫ്രിക്ഷൻ കാരണവും അതുകൊണ്ട് തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ കാരണം ഉണ്ടാവുന്നുണ്ട്. 14th ക്വസ്റ്റ്യന്റെ ആൻസർ ഓൾ ഓഫ് ദി അബോ വരും. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 15th ക്വസ്റ്റ്യൻ. 15th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ എമൗണ്ട് ഓഫ് heat absorbed to evaporate 1 kilogram of water from its saturation temperature without change of temperature is called. Temperature change അത് evaporation at desaturation without delta T എന്നല്ലേ? Desaturation without delta T എന്നാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനെ വിളിക്കുന്ന പേരെന്താണ്? അതാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. അതാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. സോ 15th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ എന്ന് വരും. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ടു ഇവാപറേറ്റ് 1 kilogram of water from its saturation temperature, desaturation without delta T is called latent heat of vaporization. കാരണം ലേറ്റന്റ് ഹീറ്റ് നടക്കുന്നത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടീഷനിലാണ്. അതിനെയാണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. അപ്പം ഈ പറയുന്ന ഡെൽറ്റ ടി അവിടെ ഉണ്ടാവില്ല. ക്ലിയർ? സോ 15th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ എന്ന് വരും. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 16th ക്വസ്റ്റ്യൻ ആണ്. An open system is one in which mass does not cross boundaries. An open system is one in which നമ്മൾ നോക്കണം പറഞ്ഞിരിക്കുന്ന ഓപ്പൺ സിസ്റ്റത്തെ കുറിച്ചാണ്. സോ ഓപ്പൺ സിസ്റ്റത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഓപ്പൺ 3 സിസ്റ്റം ഉണ്ട്. ഓപ്പൺ ഉണ്ട്, ക്ലോസ്ഡ് ഉണ്ട്, ഐസൊലേറ്റഡ് ഉണ്ട്. ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മാസ് ആൻഡ് എനർജി ബൗണ്ടറി ക്ലോസ് സിസ്റ്റം വിളിക്കുന്ന പേരാണ് ഓപ്പൺ സിസ്റ്റം. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട്. ബോത്ത് എനർജി ആൻഡ് മാസ് ക്രോസ് ദ ബൗണ്ടറീസ് ഓഫ് ദ സിസ്റ്റം. അപ്പം ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് വരും. ക്ലിയർ ആണ്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 17th question. In the relation PV raised to n is equal to C, the value of n is equal to infinity for the following process, where P represents absolute pressure, V represents volume, and C is constant. അപ്പം പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഇവിടെ PV raised to infinity is equal to constant ആകുമ്പോൾ നമുക്കറിയാം V raised to infinity 1 ആണ്. സോ P is equal to constant എന്ന് കിട്ടും. സോ 17th ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് പ്രഷർ. ഓപ്ഷൻ ഡി is the right answer for 17th question. ക്ലിയർ ആണോ? തെർമോഡൈനാമിക്സിന്റെ ചോദ്യമാണ്. കോൺസ്റ്റന്റ് പ്രഷർ എന്നുള്ള ഡി ആണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ക്ലിയർ? 18th ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡിഫൈൻസ്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് 18th ക്വസ്റ്റ്യൻ. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്കറിയാം സ്റ്റേറ്റ് ഫംഗ്ഷൻ ആയ എൻട്രോപ്പിയെ കുറിച്ചാണ് പറയുന്നത്. സോ ഓപ്ഷൻ ഡി is the right answer. പ്രോപ്പർട്ടി എൻട്രോപ്പിയെ കുറിച്ച് പറയുന്നു. സോ ഓപ്ഷൻ ഡി is the right answer for 18th question. Okay, next question to go. 19th question. The area under temperature entropy curve for any thermodynamic process. ഒരു TS ഡയഗ്രത്തിന് താഴെയുള്ള ഏരിയ സിമ്പിൾ സാധനമാണ്. എന്തിനെ കാണിക്കും? ഹീറ്റിനെ കാണിക്കും. ഹീറ്റ് അബ്സോർബ്ഡ് ഓർ റിജക്റ്റഡ്. ഓപ്ഷൻ എ is the right answer. അതേപോലെ തന്നെ PV ഡയഗ്രാം ആണ് ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമായിരുന്നു എന്തുവായിരുന്നു ഏരിയ കാണിക്കുന്നത്? വർക്കിനെ ആയിരിക്കും. വർക്ക് ഓൾറെഡി ഓപ്ഷനിലുണ്ട്. അത് PV ഡയഗ്രത്തിന് എന്ത് കിട്ടത്തുള്ളൂ? വർക്ക് കിട്ടത്തുള്ളൂ. ഒരു TS ഡയഗ്രത്തിന് ഹീറ്റ് ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ Q ആണ് കിട്ടുന്നത്. സോ ഓപ്ഷൻ എ is the right answer for 19th question. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകട്ടെ. 20th question. A frictionless heat engine can be 100% efficient only if its exhaust temperature is. പറഞ്ഞിരിക്കുന്നത് ഒരു ഫ്രിക്ഷൻലെസ് ഹീറ്റ് എഞ്ചിന്റെ കാര്യമാണ്. 100% എഫിഷ്യന്റ് ആയിട്ടുള്ള ഹീറ്റ് എഞ്ചിന്റെ കാര്യമാണ്. അത് സ്വാഭാവികമായിട്ടും സിങ്ക് ടെമ്പറേച്ചർ അല്ലെങ്കിൽ എക്സോസ്റ്റ് ടെമ്പറേച്ചർ, സിങ്ക് ടെമ്പറേച്ചർ 0 കെൽവിൻ ആണെങ്കിൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റൂ, അല്ലെ 100% എഫിഷ്യന്റ് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഓപ്ഷൻ എ ആൻസർ ആയിട്ട് വരും. 0 ഡിഗ്രി സെൽഷ്യസ് അല്ല, 0 കെൽവിൻ. 0 കെൽവിൻ എത്ര? -273.15 ഡിഗ്രി സെൽഷ്യസ്. അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട്, അല്ലെ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് വിളിക്കാറുണ്ട്. ഈ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ കെൽവിന് വരുമ്പോൾ 0 കെൽവിനിലാണെങ്കിൽ ആണ് നമുക്ക് 100% എഫിഷ്യന്റ് ആയിട്ടുള്ള ഈ പറയുന്ന എഞ്ചിൻ ലഭിക്കൂ. ഓക്കെ, ക്ലിയർ? എക്സോസ്റ്റ് ടെമ്പറേച്ചറിനെ കുറിച്ച് ചോദ്യം കേട്ടോ. അപ്പൊ 0 കെൽവിൻ വരും കേട്ടോ. ഓക്കെ, 21st ക്വസ്റ്റ്യൻ. ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് ഓഫ് എ ഗ്യാസ് ഈസ് ഈക്വൽ ടു. നമുക്കറിയാം CV CP യെ കുറിച്ചാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും CP - CV is equal to R എന്നാണ് വരുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ്. അല്ലെ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R bar by
മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്ന സാധനമാണ് 6. സ്വാഭാവികമായിട്ടും ആൻസർ ഉണ്ട്, സി ആയിട്ട് കിടപ്പുണ്ട്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. 21st ക്വസ്റ്റ്യന്റെ ആൻസർ Cp - Cv എന്നുള്ള ചോദ്യം. Cp - Cv is equal to R. ഇത് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ഞാൻ എഴുതിയിരിക്കുന്ന ഈ R ബാർ എന്ന് പറഞ്ഞത് R ബാർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് കേട്ടോ. ഇതാണ് ആറിന്റെ ശരിക്കുള്ള ഇക്വേഷൻ. ഇത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകട്ടെ. 22nd question. The changes in Gibbs energy for vaporization of pure substance is. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഗിബ്സ് എനർജി ഡെൽറ്റ ജിയുടെ കാര്യമാണ്. ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ വേപ്പറൈസേഷൻ അറ്റ് ഇക്വിലിബ്രിയം ആണെങ്കിൽ അല്ലെങ്കിൽ ബോയിലിംഗ് എന്ന് പറയാം. അപ്പൊ എപ്പോഴും ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കണം കേട്ടോ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ 22nd ക്വസ്റ്റ്യൻ. ഡെൽറ്റ ജി ഓൺ വേപ്പറൈസേഷൻ അറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബോയിലിംഗ് ആണ്, ദാറ്റ് ഈസ് 0. ഓക്കെ. 23rd question. The Joule-Thomson coefficient is defined as. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. Joule-Thomson coefficient ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. നമുക്കറിയാം ഒരു ടി പി കർവ് വരയ്ക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന ഈ കർവിനെയാണ് നമ്മൾ ത്രോട്ട്ലിംഗ് പ്രോസിന്റെ കർവ് എന്ന് പറയുന്നത്. ഇവിടെ H is equal to C ആയിരിക്കും. ഇതിന്റെ സ്ലോപ്പിനെ വിളിക്കുന്ന പേരാണ് Joule-Thomson coefficient mu. അത് എപ്പോഴും സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഡോ ടി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് enthalpy. So option A is the right answer. അല്ലേ? ഈ പറയുന്ന കർവിന്റെ ത്രോട്ട്ലിംഗ് പ്രോസിന്റെ സ്ലോപ്പിനെയാണ് Joule-Thomson coefficient mu J എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. mu J എന്ന് വിളിക്കുന്നത്. So dou T by dou P at constant enthalpy. Option A is the right answer. Clear? 24th ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. The most efficient process of compression is. ഓൾറെഡി അറിയാം, ഏറ്റവും കൂടുതൽ വർക്ക് തരുന്ന പ്രോസസ് ഏതാണോ അതായിരിക്കും മോസ്റ്റ് എഫിഷ്യന്റ് പ്രോസസ്. ഏറ്റവും കൂടുതൽ വർക്ക് തരുന്ന പ്രോസസ് തെർമോഡൈനാമിക്സിലെ സ്വാഭാവികമായിട്ടും ഐസോ തെർമൽ പ്രോസസ് ആണ്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അതിന്റെ വർക്കിംഗ് ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. P1 V1 ln of P2 by V1 എന്ന് പറയാം, അല്ലെങ്കിൽ P1 V1 ln of P1 by P2 എന്ന് പറയാം. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ 24th ക്വസ്റ്റ്യൻ. ക്ലിയർ? 25th ക്വസ്റ്റ്യൻസ് പോവാണ്. The Euler's equation of motion is a statement of. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂളേഴ്സ് ഇക്വേഷൻ പറയുന്നത് എന്തിന്റെ കൺസർവേഷൻ ആണ് എന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും യൂളേഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഫോർ ആൻഡ് ഇൻവിസിബിൾ ഫ്ലൂയിഡ് ആണ് കേട്ടോ. കൺസർവേഷൻ ഓഫ് മൊമെന്റം ഫോർ ആൻഡ് ഒരിക്കലും എനർജി ബാലൻസ് അല്ല, ഇൻവിസിബിൾ ഫ്ലൂയിഡിന്റെ മൊമെന്റം കൺസർവേഷനെ കുറിച്ച് പറയുന്ന ഇക്വേഷൻ ആണ് യൂളേഴ്സ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. സോ 25th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ? 26th ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. The Reynolds number for flow of a fluid in a circular tube is specified by 2500. What will be the Reynolds number when the tube diameter is increased by 20% and the fluid velocity is decreased by 40%? സ്വാഭാവികമായിട്ട് നമുക്കറിയാം റെയ്നോൾഡ്സ് നമ്പർ ഇക്വേഷൻ നമുക്കറിയാം റോ വി ഡി ബൈ മ്യൂ അല്ലെങ്കിൽ വി ഡി ബൈ മ്യൂ എന്നാണ്. ഈ മ്യൂ എന്ന് പറഞ്ഞാൽ ഡൈനാമിക് വിസ്കോസിറ്റിയും മ്യൂ എന്ന് പറഞ്ഞാൽ കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ റെയ്നോൾഡ്സ് നമ്പർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി ആൻഡ് ടി ആണ്. ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഈ ട്യൂബിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 20% ഇൻക്രീസ് ചെയ്യുന്ന പറയുന്നത്. 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ഡയമീറ്റർ 20% ആകുമ്പോൾ 1.2 d ആയി മാറുകയാണ്. ഓക്കെ. കൂടാതെ അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 40% കുറച്ചു. ഇപ്പൊ 1 എന്ന് കുറയ്ക്കുമ്പോൾ 0.4 b ആയിട്ട് മാറും. അങ്ങനെയെങ്കിൽ പുതിയതിന്റെ ഈ പറയുന്ന റെയ്നോൾഡ്സ് നമ്പർ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും നേരത്തെ റെയ്നോൾഡ്സ് നമ്പർ 2500 ആണെങ്കിൽ ഇപ്പോൾ കിട്ടിയ വാല്യൂ 1.6 into 0.4 ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. That is equal to 1800. So option C is the right answer for this question. ശരിയാണ്. ക്ലിയർ ആയിട്ട് റെയ്നോൾഡ്സ് നമ്പർ ഓൾറെഡി 2500 തന്നിട്ടുണ്ട്. ചേഞ്ച് ആണ് ചോദിക്കുന്നത് അല്ലേ? വാട്ട് വിൽ ബി ദ റെയ്നോൾഡ്സ് നമ്പർ? പുതിയ റെയ്നോൾഡ്സ് നമ്പർ. ഇപ്പം ഡയമീറ്റർ 20% ആക്കണം, വെലോസിറ്റി 40% കുറയണം. അതാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ 26th ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 27th ക്വസ്റ്റ്യൻ. Velocity of flow through a circular pipe measured at the center is found to be 2 meters per second. If the Reynolds number is 1200, what is the average flow velocity in the pipe? ആവറേജ് ഫ്ലോ വെലോസിറ്റി കാണാനാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ആവറേജ് ഫ്ലോ വെലോസിറ്റി കാണാൻ ഒന്നുമില്ല.
പി ആവറേജ് കാണാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത് എത്രയാണോ മാക്സിമം വെലോസിറ്റി അവന്റെ പകുതിയായിരിക്കും. ഓക്കെ, ഇവിടെ ഓൾറെഡി സെന്ററിൽ അല്ലെ, സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു പൈപ്പ് ഉണ്ട്, ഒരു സർക്കുലർ പൈപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഒരു സർക്കുലർ പൈപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ സെന്ററിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, മാക്സിമം വെലോസിറ്റി കിട്ടുന്നത്. ഈ ഡയഗ്രാം വെച്ചല്ലേ, മാക്സിമം വെലോസിറ്റി ഈ സർക്കിൾ സെന്ററിലാണ് കിട്ടുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്ന സെന്ററിലെ വെലോസിറ്റി അതിനെ എന്ത് വിളിക്കാം, പി മാക്സ് എന്ന് വിളിക്കാം. അതാണ് എത്ര, 2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2/2 എന്ന് വരും, which is equal to ഇത് വരും 1 meter per second. So the right answer is option C, 1 meter per second. 27th question answer 1 meter per second. Clear? Okay. 28th question. The drag force exerted by a fluid on a body immersed in the fluid is due to. Drag force ഉണ്ടാവാനുള്ള കാരണം, ഡ്രാഗ് ഫോഴ്സ് ഉണ്ടാകുന്ന എന്ത് കാരണമാണ്, ഡ്രാഗ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഫോഴ്സിന്റെയും വിസ്കസ് ഫോഴ്സിന്റെയും സമ്മാണ് കേട്ടോ. ഡ്രാഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഫോഴ്സിന്റെയും വിസ്കസ് ഫോഴ്സിന്റെയും സമ്മാണ്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഡ്രാഗ് എന്ന് പറയുന്ന കൺസെപ്റ്റേ വരുന്നത് പ്രഷറും വിസ്കസ് ഫോഴ്സിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് ഡ്രാഗ് ഫോഴ്സിന്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷറും വിസ്കസ് ഫോഴ്സിന്റെ ആയിരിക്കും. സോ 28th ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ എ എന്ന് വരും. ക്ലിയർ? അടുത്ത ക്വസ്റ്റിലോട്ട് പോകട്ടെ. 29th question. Which place in a draft tube is most susceptible for cavitation? Cavitation വിധേയമാകുന്നത് ഏതാണെന്നാണ്. ഡ്രാഫ്റ്റ് ട്യൂബിൽ cavitation എപ്പോഴും വിധേയമാകുന്നത് ലോവസ്റ്റ് സ്റ്റാറ്റിക് പ്രഷർ ഉള്ള ഭാഗമാണ്. എപ്പോഴും ലോവസ്റ്റ് സ്റ്റാറ്റിക് പ്രഷർ ഉള്ളത് ഇൻലെറ്റ്, ഡ്രാഫ്റ്റ് ട്യൂബിന്റെ ഇൻലെറ്റിനാണ് എപ്പോഴും ലോവസ്റ്റ് സ്റ്റാറ്റിക് പ്രഷർ ഉള്ളത്. അതുകൊണ്ട് ആൻസർ നമുക്ക് ഓപ്ഷൻ എ ആയിട്ട് കിട്ടും. ഓർത്തോണം, ലോവസ്റ്റ് സ്റ്റാറ്റിക് പ്രഷർ ഉള്ള ഭാഗം ഏതാ നോക്കിയാൽ മതി, അവിടെ ആയിരിക്കും എന്ത്, ക്യാവിറ്റേഷന് വിധേയമാകുന്നത്. ലോവസ്റ്റ് സ്റ്റാറ്റിക് പ്രഷർ എപ്പോഴും എന്തുമായിരിക്കും, ഈ പറയുന്ന ഇൻലെറ്റിലായിരിക്കും. സോ ഡ്രാഫ്റ്റ് ട്യൂബ് ഇൻലെറ്റിലായിരിക്കും നമുക്ക് ക്യാവിറ്റേഷൻ മോസ്റ്റ് ആയിട്ട് ഉണ്ടാവും. ക്ലിയർ? അപ്പം 29th ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ എ ആയിട്ട് നമുക്ക് കിട്ടും. 30th ക്വസ്റ്റിനിലേക്ക് പോവുകയാണ്. In order to have maximum power from a Pelton turbine, the bucket speed must be. പറഞ്ഞിരിക്കുന്നത് പെൽട്ടൺ ടർബൈന്റെ കൺസെപ്റ്റ് ആണ്. പെൽട്ടൺ ടർബൈനിൽ മാക്സിമം പവർ കിട്ടുന്ന എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബക്കറ്റ് സ്പീഡ് എന്ന് പറയുന്നത് ഹാഫ് ആവുമ്പോഴാണ് കേട്ടോ. ബക്കറ്റ് സ്പീഡ് ഹാഫ് ആയിട്ട് മാറുമ്പോഴാണ് നമുക്ക് മാക്സിമം എന്ത് കിട്ടുന്നത്, പവർ കിട്ടുന്നത്. സോ സ്വാഭാവികമായിട്ടും മാക്സിമം ഹാഫ് എന്ന് പറഞ്ഞാലും എന്തിന്റെ ഹാഫ് എന്ന് പറയണം, ഹാഫ് ഓഫ് ദി ജെറ്റ് സ്പീഡ് എന്ന് പറയാം. ഹാഫ് ഓഫ് ദി ജെറ്റ് സ്പീഡ് നമുക്കറിയാം. പവറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ പവർ ഇസ് ഈക്വൽ ടു റോ എ ക്യൂ ബി അല്ലെ ബൈ ബി മൈനസ് യു എന്നാണ് പവറിന്റെ ഇക്വേഷൻ പറയാൻ പറ്റും. ഇവിടെ നമ്മൾ സ്വാഭാവികമായിട്ടും ഡി പി ബൈ ഡി യു ഇസ് ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ നമുക്ക് ആ ജെറ്റിനുള്ള ഇക്വേഷൻ കിട്ടും. സോറി, ബക്കറ്റ് സ്പീഡിനുള്ള ഇക്വേഷൻ കിട്ടും. അത് കിട്ടുന്നത് ഹാഫ് ഓഫ് ജെറ്റ് സ്പീഡ് എന്നാണ് കിട്ടുന്നത്. ഹാഫ് ഓഫ് ജെറ്റ് സ്പീഡ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. 30th ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ 30th ക്വസ്റ്റ്യൻ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 31st ക്വസ്റ്റ്യൻ. For negative value of slip, the coefficient of discharge in a reciprocating pump will be. നെഗറ്റീവ് സ്ലിപ്പ് എപ്പോഴും ഓർത്തോണം, കോഎഫിഷ്യന്റ് ഡിസ്ചാർജ് സി ഡിയെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അത് നെഗറ്റീവ് സ്ലിപ്പ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പില് നെഗറ്റീവ് സ്ലിപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം കേട്ടോ. എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. സോ മോർ ദാൻ യൂണിറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. നെഗറ്റീവ് വാല്യൂ സ്ലിപ്പ് ഈ പറയുന്ന റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ ഉണ്ടാവണമെങ്കിൽ കോയിഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്, ഓർ മോർ ദാൻ യൂണിറ്റി. സോ 31st ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? 32nd ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് നോക്കുമ്പം ക്ലിയർ ആയിട്ട് നോക്കുകയാണെങ്കിൽ 32 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പെൽട്ടൺ ടർബൈന് ഫ്രാൻസിസ് ടർബൈന് കാര്യം. പെൽട്ടൺ ടർബൈന് ഫ്രാൻസിസ് ടർബൈൻ ഇമ്പൾസ് ടർബൈൻ തെറ്റാണ്. ഫ്രാൻസിസ് ടർബൈൻ ഈസ് എ റിയാക്ഷൻ ടർബൈൻ ബട്ട് കപ്ലാൻ ടർബൈൻ ഈസ് ഇമ്പൾസ് തെറ്റാണ്. ദെൻ ഫ്രാൻസിസ് ടർബൈൻ ഈസ് എൻ ആക്സിയൽ ഫ്ലോ റിയാക്ഷൻ. ഫ്രാൻസിസ് ടർബൈൻ എന്താണ്, ഒരു മിക്സ്ഡ് ഫ്ലോ ആണ് കേട്ടോ, അതും തെറ്റാണ്. ദെൻ കപ്ലാൻ ടർബൈൻ ഈസ് ആൻ ആക്സിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ 32nd. ക്ലിയർ? ഓക്കെ ആണേ. ഓപ്ഷൻ ഡി ആണ് നമുക്ക് 32 ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ സിയും ഡിയും തമ്മിൽ ഡൗട്ട് അടിക്കും. സി മിക്സ്ഡ് ആണ് കേട്ടോ. ഫ്രാൻസിസ് ടർബൈനിൽ ഫ്ലോ കയറുമ്പോൾ റേഡിയൽ ആയിട്ടും ഇറങ്ങി പോകുമ്പോൾ ആക്സിൽ ആയിട്ടുമാണ് പോകുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്,
മിക്സഡ് എന്ന് വിളിക്കുന്നത്. എന്നാൽ കപ്ലർ ആൻഡ് ടർബൈനിൽ അത് എപ്പോഴും ആക്സിയൽ ഫ്ലോ ആയിരിക്കും കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ സിമ്പിൾ ചോദ്യങ്ങളാണ് തോന്നുന്നു. 33rd question. For a Newtonian fluid, എന്താണ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്നാണ് ചോദ്യം. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ അറിയാം, ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഷിയർ സ്ട്രെയിൻ. സ്വാഭാവികമായിട്ട് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ഷിയർ സ്ട്രെയിൻ ആണോ, റേറ്റ് ഓഫ് ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ഷിയർ സ്ട്രെയിൻ ആണോ, ഓർ ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ആണോ? സ്വാഭാവികമായിട്ടും ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ആണ് വരുന്നത് കേട്ടോ. ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെസ്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയും അല്ലെ. ടോ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ ടോ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du ബൈ dy എന്നാണ്. ടോ ആണ് ഷിയർ സ്ട്രെസ്, du ബൈ dy ആണ് ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. അപ്പൊ സ്വാഭാവികമായിട്ടും ഡയറക്റ്റ് പോയി എഴുതുമ്പോൾ എ പോയി കുത്തരുത്. സി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ 33rd question. ക്ലിയർ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവുകയാണ്. 34th question. ഇൻ എ സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് without air vessel, the ratio of average friction head to maximum friction head in the suction or delivery pipe എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അത് HF maximum എന്നാണ് പറയുന്നത്, which is equal to 1/3 എന്നാണ് കേട്ടോ. റെസിപ്രോക്കേറ്റിംഗ് പമ്പില് വിത്തൗട്ട് എയർ വെസൽ the ratio of average friction head maximum to maximum friction head in the suction delivery pipe is 1/3. HF is equal to H/3 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാധനമാണ് കേട്ടോ. HF is equal to ഇവിടെ HF by H is equal to 1/3 എന്ന് പറയുന്നത് അല്ലെ. മാക്സിമം കിട്ടുന്ന സാധനം ഇതാണ് ഫ്രിക്ഷൻ ഹെഡിന്റെ വാല്യൂ. സോ 1/3 is the right answer. Option A is the right answer. Clear? 35th question. The horizontal force on a curved surface immersed in a liquid equal to ചോദിച്ചിരിക്കുന്ന horizontal force on a curved surface immersed in എപ്പോഴാണ് നമ്മുടെ curved ഫോഴ്സിൽ ഇതാവുന്നതാണ് അല്ലെ. ഇപ്പൊ നോക്കൂ, പറഞ്ഞ horizontal ആയിട്ടുള്ള ഫോഴ്സ് ഓൺ curved ഫോഴ്സ് നമുക്ക് പറയാൻ പറ്റും ഫോഴ്സ് ഓൺ വെർട്ടിക്കൽ പ്രൊജക്ഷൻ ആണ് കേട്ടോ. ഫോഴ്സ് ഓൺ വെർട്ടിക്കൽ പ്രൊജക്ഷൻ. സി ഇസ് ദ റൈറ്റ് ആൻസർ. ഫോഴ്സ് ഓൺ ദി വെർട്ടിക്കൽ പ്രൊജക്ഷൻ ഓൺ ദി സർഫസിലാണ് എപ്പോഴും ഹൊറിസോണ്ടൽ ഫോഴ്സ് ഓൺ കർവ്ഡ് സർഫസ് ഇമ്മേഴ്സ്ഡ് ആയിരിക്കും. നമ്മൾക്ക് 4 കേസ് ആണുള്ളത്. ഒന്ന് വെർട്ടിക്കൽ സബ്സ്റ്റൻസ്, ഹൊറിസോണ്ടൽ സർഫസ്, ഇൻക്ലൈൻഡ്, ദെൻ കർവ്ഡ് സർഫസ്. ആ കർവ്ഡ് സർഫസിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സോ 35th ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ദ ഫോഴ്സ് ഓൺ ദ വെർട്ടിക്കൽ പ്രൊജക്ഷൻ ഓൺ ദി സർഫസ്. ഓക്കെ, നെക്സ്റ്റ് വൺ 36th question ആണ്. One of the following statement is true with regards to bodies that flow or are submerged in liquid. എന്ന് നമുക്കറിയാം, നമ്മുടെ സ്റ്റെബിലിറ്റിയെ കുറിച്ചാണ് ചോദ്യം അല്ലെ. സ്റ്റെബിലിറ്റിയെ കുറിച്ചാണ്. ഒരു മൊത്തത്തിൽ സബ്മർജ് ചെയ്ത ബോഡിയുടെ സ്റ്റെബിലിറ്റി എന്ന് പറയാൻ നമുക്കറിയാം എപ്പോഴും എവിടെ ആയിരിക്കും? B above G ആണ് കേട്ടോ. B above G. സ്വാഭാവികമായിട്ടും ഓപ്ഷൻ അനുസരിച്ച് വരുന്നത് ഫോർ എ ബോഡി wholly submerged അല്ലെ. നോക്കൂ, ബോഡി ഫ്ലോട്ടിംഗ് ഇൻ ലിക്വിഡ് സ്റ്റെബിലിറ്റി ഈസ് ഇൻഷുർഡ് ദാറ്റ് സെന്റർ ഓഫ് ബയാൻസി ഈസ് ബിലോ ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയാം. തെറ്റാണ്. Then for a body wholly submerged in liquid, the stability is ensured that its center of buoyancy is above the center of gravity. Right. Option B is the right answer for question number 36 എന്ന് പറയാൻ പറ്റും. So answer വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് 36 ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 37. TTT diagram indicates type, temperature and transformation of. സ്വാഭാവികമായിട്ടും അറിയാം TT diagram is ഓസ്റ്റനൈറ്റിന്റെ ഡയഗ്രാം ആണ് അല്ലെ. ഓസ്റ്റനൈറ്റ് എന്നാണ് കേട്ടോ. ഓസ്റ്റനൈറ്റിന്റെ ഡയഗ്രാം ആണ് TTT ഡയഗ്രാം. 37th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി എന്ന് കിട്ടും. ഓസ്റ്റനൈറ്റ് എന്നാണ് കേട്ടോ. ഓസ്റ്റനൈറ്റ് എന്നാണ് കേട്ടോ. ഓക്കെ, ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. TTT അല്ലെ. ടൈം, ടെമ്പറേച്ചർ, ട്രാൻസ്ഫോർമേഷൻ ഡയഗ്രാം ഓഫ് ഓസ്റ്റനൈറ്റ് ആണ് TTT. ഓക്കെ, next one, a 38th question. How represent the Gibbs phase rule in general system? So ഇവിടെ Gibbs phase rule പറയുന്നത് നമുക്കറിയാം. 38th question എന്ന് പറഞ്ഞാൽ P+F is equal to C+2 എന്ന് പറയാം അല്ലെ. ശരിക്കും പറയാം ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ F is equal to C minus P+2 എന്നാലേ. അപ്പൊ സ്വാഭാവികമായിട്ട് ചെയ്യുമ്പോൾ ഇത് വരും. F is equal to C minus P+2 ചെയ്യുമ്പോൾ P പ്ലസ് ഓപ്ഷൻസ് ചെയ്യുമ്പോൾ ഈ ഒരു സാധനം കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ചെയ്തപ്പോൾ P+F is equal to C+2 എന്ന് പറയാം. സോ ഓപ്ഷൻ ഡി is the right answer for this question. 38th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇതാണ് ഗിബ്സ് ഫേസ് റൂൾ പറയുന്നത് കേട്ടോ. ഓക്കെ,
39th question. Eutectoid product in iron carbon system is named as. Eutectoid പ്രൊഡക്റ്റിനെ വിളിക്കുന്ന പേര് പിയർലൈറ്റ് എന്നാണ് കേട്ടോ. എന്താണ്? പിയർലൈറ്റ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. പിയർലൈറ്റ്. eutectoid product of iron and carbon which is known as പിയർലൈറ്റ്. അതിനെയാണ് നമ്മൾ പിയർലൈറ്റ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ 39th question. 40th question എന്ന് പറയുന്നത് അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം. അയൺ കാർബണിനെ കുറിച്ച് കുറെ ചോദിച്ചിട്ടുണ്ട്. അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന്, ഈസ് മെയ്ഡ് ബൈ പ്ലോട്ടിംഗ് കാർബൺ പെർസെന്റേജ് ഓഫ് എക്സ് ആക്സിസ് ആൻഡ് ടെമ്പറേച്ചർ അല്ല. ദെൻ കോറിലേറ്റ്സ് ദ മൈക്രോ സ്ട്രക്ചർ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീൽ ആൻഡ് കാസ്റ്റം അല്ല. ഇൻഡിക്കേറ്റ്സ് പറയുമ്പോൾ നോക്കുമ്പോൾ നോക്കണേ, ഇത് ചോദിച്ചിരിക്കുന്ന ഫോൾസ് സ്റ്റേറ്റ്മെന്റ് അല്ല, ഇതാണ് നമ്മുടെ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് രണ്ടും ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് വരുന്നത്. ഇൻഡിക്കേറ്റ്സ് ഫേസ് ചേഞ്ചസ് ഒക്കറിംഗ് ഡ്യൂറിംഗ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ്. ഇതും പറയാം. സോ ഓൾ ഓഫ് ദി അബോവ് ഇസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് പറയാൻ പറ്റും അല്ലെ. അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് കൊണ്ട് തന്നെ എക്സും വൈയും ആക്സിൽ കാർബൺ പെർസെന്റേജ് ടെമ്പറേച്ചർ പറയുന്നതാണ്. മൈക്രോ സ്ട്രക്ചറിന്റെ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീൽ ആൻഡ് കാസ്റ്റിനെ കുറിച്ച് പറയുന്നതാണ്. ഫേസ് ചേഞ്ച് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗിനെ കുറിച്ച് പറയുന്നതാണ്. സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. അയൺ കാർബൺ ഇക്വിലിബ്രിയം ഡയഗ്രം ഈസ് ഓൾ ഓഫ് ദി അബോവ്. ഓക്കെ, 42 ക്വസ്റ്റ്യന്റെ ആൻസർ ഡി ആണ് വരുന്നത് കേട്ടോ. ദെൻ 41st ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചിരിക്കുന്നത് ദ ക്ലോസ്ഡ് പാക്ഡ് ഹെക്സഗണൽ സ്പേസ് ലാറ്റിസ് ഈസ് ഫൗണ്ട് ഇൻ എന്ന് പറഞ്ഞാൽ HCP അല്ലെ. HCP എവിടെയാണ് ഫൗണ്ട് ചെയ്യുന്നത്? താഴെ പറയുന്നത് ഒരെണ്ണം ഒന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ വളരെ ക്രൂഷ്യലായിട്ടാണ് തന്നിരിക്കുന്നത്. കുറേയേറെ സാധനത്തിന്റെ ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. സ്വാഭാവികമായിട്ടും HCP ഫൗണ്ട് ചെയ്തത് സിങ്ക്, മഗ്നീഷ്യം, കൊബാൾട്ട്, കാഡ്മിയം ഇങ്ങനെയുള്ള സാധനങ്ങളിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ 41st ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് HCP കാണുന്നത് ഈ പറയുന്ന എലമെന്റ്സിലാണ്. സോ സിങ്ക്, മഗ്നീഷ്യം, കൊബാൾട്ട്, കാഡ്മിയം, ആന്റിമണി ആൻഡ് ബിസ്മത്ത് ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ 41st ക്വസ്റ്റ്യൻ. അടുത്ത 50th ക്വസ്റ്റ്യനിലേക്ക് പോയി, 42nd ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ദ പ്രോസസ് ഓഫ് സൈനൈഡിങ് ആൻഡ് നൈട്രൈഡിങ് ആർ ദ ടു മെത്തേഡ്സ് ഓഫ്. സൈനൈഡിങ്ങും നൈട്രൈഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈനൈഡിങ് നൈട്രൈഡിങ് എന്ത് പ്രോസസ് ആണ്? ഇറ്റ് ഈസ് എ കേസ് ഹാർഡനിങ് പ്രോസസ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. സൈനൈഡിങ് ആൻഡ് നൈട്രൈഡിങ് ആർ കേസ് ഹാർഡനിങ് പ്രോസസ്. കേസ് ഹാർഡനിങ് പ്രോസസ്സുകളെയാണ് എന്ത് വിളിക്കുന്നത്? കേസ് ഹാർഡനിങ് പ്രോസസ്സിൽ വരുന്നതാണ് സൈനൈഡിങ്ങും നൈട്രൈഡിങ്. ഓക്കെ, 42nd ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി വരും കേട്ടോ. 43rd ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. വീണ്ടും TTT ഡയഗ്രത്തെ കുറിച്ചാണ് 43rd ക്വസ്റ്റ്യൻ പറയുന്നത്. 43rd ക്വസ്റ്റ്യൻ പറയുന്നത് ദ സ്റ്റേറ്റ് കറക്റ്റ് നോക്കണം. നമ്മുടെ ഓപ്ഷൻസ് കിടക്കുന്നത് ഒന്ന്, അയൺ കാർബൺ ആൻഡ് TTT ഡയഗ്രാം ആർ ബോത്ത് നോൺ ഇക്വിലിബ്രിയം ഡയഗ്രാം അല്ല, നോൺ ഇക്വിലിബ്രിയം ഡയഗ്രാം അല്ല. ദെൻ അയൺ കാർബൺ ഈസ് എ നോൺ ഇക്വിലിബ്രിയം ബട്ട് TTT ഡയഗ്രാം ഈസ് എ ഇക്വിലിബ്രിയം ഡയഗ്രാം. ഇത് ശരിയാണ് അല്ലെ? ഇത് ശരിയാണോ? കറക്റ്റ് സ്റ്റേറ്റ്മെന്റിലെ കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതും തെറ്റാണ്. ഓപ്ഷൻ ബിയും തെറ്റാണ്. അയൺ കാർബൺ ഈസ് എ നോൺ ഇക്വിലിബ്രിയം ബട്ട് TTT ഡയഗ്രാം ഇക്വിലിബ്രിയം ഡയഗ്രാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും തെറ്റാണ് അല്ലെ? ഇത് നോക്കൂ, അയൺ കാർബൺ TTT ഡയഗ്രാം ബോത്ത് ആർ ഇക്വിലിബ്രിയം ഡയഗ്രാംസ്. പിന്നെ പറയുന്നത് അയൺ കാർബൺ ഈസ് ഇക്വിലിബ്രിയം ഡയഗ്രാം, TTT ഡയഗ്രാം ഈസ് നോൺ ഇക്വിലിബ്രിയം. ഇത് ശരിയാണ്, ഇതാണ് ശരി അല്ലെ? അയൺ കാർബൺ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയവും അതുകൊണ്ട് തന്നെ TTT എന്ന് പറയുന്നത് നോൺ ഇക്വിലിബ്രിയവും. ഇതും തെറ്റാണ് അല്ലെ? അയൺ കാർബൺ TTT ഡയഗ്രാം ബോത്ത്. അപ്പം ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ ഇച്ചിരി കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അയൺ കാർബൺ ആണ് ഇക്വിലിബ്രിയം ഡയഗ്രാം, TTT ഡയഗ്രാം നോൺ ഇക്വിലിബ്രിയം ഡയഗ്രാം ആണ്. സോ നമ്മുടെ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും എല്ലാം തെറ്റാണ്. ഓപ്ഷൻ സി തെറ്റാണ്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ കേട്ടോ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, 44th ക്വസ്റ്റ്യൻ, an atomic packing factor for the BCC structure. BCC സ്ട്രക്ചറിന്റെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്താണെന്നാണ്. ബി സെക്ഷൻ അറ്റോമിക് ഫാക്ടർ നമുക്ക് അറിയാവുന്നതാണ്, 0.68. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. 0.73 അല്ല, 0.73 വരത്തില്ല, 0.78 ആണ് വരാറ്. അതുപോലെ തന്നെ ഓപ്ഷൻ എളുപ്പം കിട്ടും അല്ലെ? 0.52 വരും, 0.78 വരും, 0.68 വരും അല്ലെ? 78 7268. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ, 0.68. ക്ലിയർ ആയി? 45th ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ. എന്താണ് റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ എന്നാണ് ചോദ്യം. നമുക്കറിയാം റീക്രിസ്റ്റൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ സ്ട്രെയിൻ ഫ്രീ ഡയഗ്രാം ഫോം ചെയ്ത് നമുക്ക് ക്രിസ്റ്റൽ ഗ്രോ ബിഗർ ഇൻ സൈസ് അല്ല. ദ അലോട്രോപിക് ഫോം ചേഞ്ചസ്, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ന്യൂ സ്പെറിക്കൽ ക്രിസ്റ്റൽസ് ഫസ്റ്റ് ബിഗിൻ ടു ഫോം ഫ്രം ദ ഓൾഡ് ഡിഫോംഡ് വൺ
when the strain is heated. ശരിയാണ്, ഓപ്ഷൻ സി is the right answer അല്ലെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് സാധനം. ക്രിസ്റ്റൽ ഫസ്റ്റ് സ്റ്റാർട്ട് ഫോമിംഗ് മോൾട്ടൻ അതല്ല. അപ്പം ഓപ്ഷൻ സി is the right answer for 45th question. കറക്റ്റ് ആൻസർ 45th സി ആണ്, ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 46th question. Toughness in a steel is increased and brittleness is decreased by heat treatment operation is called. ടഫ്നെസ് ഇൻക്രീസ് ചെയ്യും, നമുക്കറിയാം, നോക്കണം. ടഫ്നെസ് എന്ത് ചെയ്യുക, ടഫ്നെസ് ഇൻക്രീസ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ബ്രിട്ടിൽനെസ് അല്ലെ, ബ്രിട്ടിൽനെസ് എന്ത് ചെയ്യുക, കുറയുവാണ്. ബ്രിട്ടിൽനെസ് കുറയുകയും ടഫ്നെസ് കൂടുകയും ചെയ്യുന്ന പ്രോസസിനെ വിളിക്കുന്ന പേരാണ് ടെമ്പറിംഗ്. ഇതിനെ വിളിക്കുന്നു ടെമ്പറിംഗ് എന്ന് വിളിക്കാം അല്ലെ. ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് ആണ് തന്നിരിക്കുന്നതല്ല, ടഫ്നെസ്. ഓക്കെ, 47th ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 47th question. The temperature at which the delta ion formed at range. Delta ion form ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ് ചോദിക്കുന്നത്. ഡെൽറ്റ അയൺ ഫോം ചെയ്യുന്ന ടെമ്പറേച്ചർ 1400 ഡിഗ്രി തൊട്ട് 1539 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. സോ ഇറ്റ്സ് ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ 47th question. ഡെൽറ്റ അയൺ ഫോം ചെയ്യുന്നത് 1400 തൊട്ട് 1539 ഡിഗ്രി സെൽഷ്യസ് ആണ്. വളരെ നല്ലൊരു ചോദ്യമാണ്. 48th question. Which of the following material is most suitable for manufacturing of railway rails? Railway rails മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏതാണ്? അത് ഹാർഡ് വിയർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഹൈ കാർബൺ സ്റ്റീൽ ആണ് നമുക്ക് ഉപയോഗിക്കുന്നത്. ഹൈ കാർബൺ സ്റ്റീൽ, ഹാർഡ് ആൻഡ് വിയർ റെസിസ്റ്റന്റ് ഉള്ള ഹൈ കാർബൺ സ്റ്റീൽ ആണ് ഉപയോഗിക്കുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ 48. അതിന് കാരണമാണ് പറഞ്ഞത് ഹാർഡ് ആണ്, അതുകൊണ്ട് തന്നെ ഹൈലി വിയർ റെസിസ്റ്റന്റ് ആണ് കേട്ടോ, വിയർ റെസിസ്റ്റന്റ് കൂടിയാണ്, അതുകൊണ്ടാണ് ആ ആൻസർ നമുക്ക് കിട്ടുന്നത്. ക്ലിയർ? 49th question. D-level turbine is an example of, simple question, it's a simple impulse turbine. Option A is the right answer. D-level turbine ഒരു സിമ്പിൾ ഇമ്പൾസ് ടർബൈൻ ആണ്. റിയാക്ഷൻ ടർബൈൻ ഒക്കെ കോർട്ടിസ് ടർബൈൻ ഒക്കെയാണ് കേട്ടോ. അപ്പം സിമ്പിൾ ഇമ്പൾസ് ടർബൈൻ ആണ് ഡി ലെവൽ ടർബൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇമ്പൾസ് ടർബൈൻ എക്സാമ്പിൾ ആണ് ഡി ലെവൽ ടർബൈൻ. സോ 49th ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഇമ്പൾസ് ടർബൈൻ. 50th question. The standard firing order in a cylinder പെട്രോൾ എഞ്ചിൻ, പെട്രോൾ എഞ്ചിന്റെ 4 സിലിണ്ടർ അല്ലെ, പിന്നെ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ എന്താണ് എന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 1342, വിച്ച് ഈസ് ഓപ്ഷൻ 1342 ആണ് വരുന്നത്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ കേട്ടോ. 1342, ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. 51st question. നോക്കിംഗ് ഇൻ എസ് ഐ എഞ്ചിൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ. നോക്കിംഗ് നമുക്ക് എസ് ഐ എഞ്ചിനെ എങ്ങനെ റെഡ്യൂസ് ചെയ്യാം അല്ലെ? ഇൻക്രീസിംഗ് ദ കംപ്രഷൻ റേഷ്യോ വെച്ച് റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ ഇൻക്രീസിംഗ് ദ എയർ ഇൻലെറ്റ് ടെമ്പറേച്ചർ പറ്റത്തില്ല. ഇൻക്രീസിംഗ് കൂളിംഗ് വാട്ടർ ടെമ്പറേച്ചർ പറ്റത്തില്ല. റിട്ടാർഡിംഗ് ദ സ്പാർക്ക് അഡ്വാൻസ്. ശരിയാണ്, സ്പാർക്ക് അഡ്വാൻസ് റിട്ടാർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന നോക്കിംഗ് ടെൻഡൻസി ഒഴിവാക്കാൻ പറ്റും. അത് മാത്രമല്ല ഹയർ ഒക്ടേൻ നമ്പർ അല്ലെ, ഒക്ടേൻ റേറ്റിംഗ് ഉള്ള ഫ്യൂൽ ഉപയോഗിച്ചാലും ഈ പറയുന്ന നമ്മൾ അത് വേണം ഓപ്ഷനായിട്ട് വരാമായിരുന്നു, പക്ഷെ വന്നിട്ടില്ല. ഹയർ ഒക്ടേൻ നമ്പർ ഉള്ള ഫ്യൂൽ ഉപയോഗിച്ചാലും നോക്കിംഗ് ടെൻഡൻസി എസ് എഞ്ചിനെ കുറയ്ക്കാൻ പറ്റും. ഇവിടുത്തെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് റിട്ടാർഡിംഗ് ദ സ്പാർക്ക് അഡ്വാൻസ് റൈറ്റ് ആൻസർ. സോ 51st ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആയിട്ട് വരും. 52nd question, that is, in a two-stage gas turbine plant with intercooling and reheating. ഇന്റർകൂളിങ്ങും റീഹീറ്റിംഗും ഉള്ള ഗ്യാസ് ടർബൈൻ പവർ പ്ലാന്റിന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞനുസരിച്ച് ഇന്റർകൂളിങ്ങും റീഹീറ്റിംഗും വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത് ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇന്റർ ഹീറ്റിംഗും റീഹീറ്റിംഗും കൂടെ വരുമ്പോൾ സംഭവിക്കുന്നത് അവിടെ വർക്ക് റേഷ്യോ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും, അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി റെഡ്യൂസ് ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത് കേട്ടോ. ഇന്റർകൂളിങ്ങും റീഹീറ്റിംഗും എഫിഷ്യൻസി ഇംപ്രൂവ്മെന്റ് മെത്തേഡായിട്ടെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്, പക്ഷെ അവിടെ വർക്ക് റേഷ്യോ കൂടും, പക്ഷേ എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യും. സോ ബോത്ത് വർക്ക് റേഷ്യോ തെർമൽ എഫിഷ്യൻസി ഇൻക്രീസസ് അല്ല, ബോത്ത് വർക്ക് റേഷ്യോ തെർമൽ എഫിഷ്യൻസി ഡിക്രീസസ് അല്ല, വർക്ക് റേഷ്യോ ഇൻക്രീസസ് ആൻഡ് തെർമൽ എഫിഷ്യൻസി ഡിക്രീസസ്. ഓപ്ഷൻ സി ഇസ് ദ right answer for 52nd question. Clear? 53rd question. In reciprocating air compressor, the clearance ratio is given as the ratio of. Reciprocating compressor ന്റെ കേസിലെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അത് എന്തുവാ? ക്ലിയറൻസ് റേഷ്യോ ഈസ് ദ റേഷ്യോ. ക്ലിയറൻസ് റേഷ്യോ എന്താണെന്നാണ്. ക്ലിയറൻസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം VC/VS എന്നാണ്. നോക്കൂ, ഓപ്ഷൻ അനുസരിച്ച് ടോട്ടൽ വോളിയം സിലിണ്ടർ ഒന്നും അല്ല. Then clearance volume to volume of cylinder എന്ന് പറയാം, അല്ലെങ്കിൽ ക്ലിയറൻസ് വോളിയം സെപ്റ്റ് വോളിയം ആണ്. കറക്റ്റ് ആൻസർ
ക്ലിയറൻസ് വോളിയം ടു സ്വെപ്റ്റ് വോളിയം. വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്ത് വരും? വി സിയും വരും, വി എസും വരും കേട്ടോ. അത് നമ്മുടെ കംപ്രഷൻ റേഷ്യോ ആൻസർ ഉണ്ടായിരുന്നു. അതല്ല കംപ്രഷൻ റേഷ്യോ അല്ല, വി എസ് പ്ലസ് വി സി ബൈ വി സി ആണ് കംപ്രഷൻ റേഷ്യോ. തിരിഞ്ഞു വരും. ഇവിടെ വരുന്നത് വി സി ബൈ വി എസ് ആണ്. സോ ക്ലിയറൻസ് വോളിയം ടു സ്വെപ്റ്റ് വോളിയം ഓഫ് സിലിണ്ടർ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ 53rd question. 54th question. A Carnot refrigerator is working between 250 Kelvin and 300 Kelvin. COP എന്താണ്? COP കാണാൻ വളരെ സിമ്പിൾ ആണ്, നമുക്കറിയാം. TL by എന്ത് വരുന്നു COP ഇക്വേഷൻ? Carnot TL by എന്തായിരിക്കും? TH മൈനസ് TL എന്ന് പറയാം അല്ലെ. TL എന്ന് പറയുമ്പോൾ ഇവിടെ ലോ ടെമ്പറേച്ചർ എത്രയാണ്? 250 ആണ്. അപ്പം 250 ബൈ എന്ത് വരും? 50 എന്ന് വരും അല്ലെ. 50 എന്ന് വരും. 250 ബൈ 50 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 5 എന്ന് വരും. ശരിയല്ലേ? 5 ആണ് ആൻസർ. സോ 5 is the right answer. Option D is the right answer for 54th question. Clear? 5 ആണ് ആൻസർ ആയിട്ട്. Okay. 55th question. If an unsaturated air is passed through a spray of continuously recirculate water, then what happens എന്നാണ് അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും അൺസാച്ചുറേറ്റഡ് എയർ വാട്ടർ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഡിക്രീസ് ആവും. ഓക്കെ, അത് കാരണം നമ്മുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ആവും. ഓക്കെ, നോക്കുമ്പോൾ ബോത്ത് ഡ്രൈ ബൾബ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഇൻക്രീസസ്, ബോത്ത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഡിക്രീസസ് തെറ്റാണ്. ദെൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ആൻഡ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഡിക്രീസ് എന്നാണ്. അല്ലല്ല, then dry bulb temperature decreases and specific humidity increases. Option D is the right answer for 55th question. Okay, അടുത്ത ക്വസ്റ്റിലേക്ക് പോവുകയാണ്. 56th question പറഞ്ഞിരിക്കുന്നത് a 10 millimeter ന്യൂമറിക്കൽ ആണല്ലേ, 10 millimeter diameter electric cable K 200 watt per meter Kelvin has to be provided with the rubber insulation പറഞ്ഞിട്ടുണ്ട് 0.16 for safety purpose. അപ്പൊ ഇൻസുലേഷന്റെ വാല്യൂ ആണ് ഈ പറഞ്ഞിരിക്കുന്ന 0.16 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ചോദ്യം എന്ന് പറയുന്നത് the cable is exposed to sphere with heat transfer coefficient 8 watt per meter square Kelvin. What should be the thickness of insulation to be provided so as to ensure maximum heat dissipation from the cable? ഇത് നമ്മുടെ ക്രിട്ടിക്കൽ റേഡിയസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണ്. നമുക്കറിയാം ഒരു ഇലക്ട്രിക്കൽ കേബിൾ ആണ്. കേബിളിന്റെ ഷേപ്പ് നമ്മൾ ഉറപ്പായിട്ട് പറയുമ്പോൾ സിലിണ്ടർ എന്ന് പറയാം. ഒരു സിലിണ്ടർ to be provided with rubber അല്ലെ, അറ്റ്മോസ്ഫിയറിൽ പറഞ്ഞിട്ടുണ്ട്. സിലിണ്ടർ ആണ്, ഇലക്ട്രിക് കേബിൾ ആണ്. അപ്പൊ ഇലക്ട്രിക് കേബിൾ പറയുമ്പോൾ നമുക്കറിയാം RCയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ K/H ആണെന്ന് അറിയാം അല്ലെ. K/H ആണ്. K/H കൊടുക്കുമ്പോൾ ഇവിടെ ഓൾറെഡി K/Hന്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് നമ്മൾ ചെയ്യുമ്പം K പറഞ്ഞിട്ടുണ്ട്, K/H തന്നിട്ടുണ്ടോ? ഈ ട്രാൻസ് 8 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പം നമുക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് K/H ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 0.02 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, 0.02 മീറ്റർ എന്ന് കിട്ടും. ഇനിയും ചോദ്യം ചോദിച്ചല്ലേ, പോയിന്റ് K തന്നിട്ടുണ്ട്. എത്രയായിരുന്നു? K 0.16 ആണ്. 0.16 by 8 ചെയ്യണം. അപ്പൊ നമുക്ക് 0.02 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? 0.02 എന്ന് കിട്ടും. ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്ത് കാണാനാണ്? അത് കാണാനാണ് ചോദ്യം. 0.02 എന്നുള്ള അപ്പൊ നമുക്കറിയാം 20 മില്ലിമീറ്റർ എഴുതാം അല്ലെ. 20 മില്ലിമീറ്റർ കിട്ടി. ഇതല്ല ചോദ്യം. ചോദ്യം എന്തുവാ? വാട്ട് ഷുഡ് ബി ദ തിക്നെസ് ആണ് ചോദ്യം. ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട തിക്നെസ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? RC മൈനസ് R എന്ന് പറയാം. ഓക്കെ, RC എത്ര കിട്ടിയേ? 20 മില്ലിമീറ്റർ ആണ്. എത്രയാണ് ആറിന്റെ വാല്യൂ? ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ആറിന്റെ വാല്യൂ സ്വാഭാവികമായിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത് 15 എന്നാണ് അല്ലെ. 15. സോ 20 മൈനസ് 15 വരും. 20 മൈനസ് 15 വാല്യൂ ഈസ് നമുക്ക് കിട്ടുന്ന അല്ലല്ല 20 മൈനസ് 5 എന്ന് വരും. സോ വിച്ച് ഈസ് 15 മില്ലിമീറ്റർ ആൻസർ കിട്ടും. ശരിയല്ലേ? 15 മില്ലിമീറ്റർ 10 മില്ലിമീറ്റർ ഡയമീറ്ററിലെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റേഡിയസ് എത്ര ആയിരിക്കും? 5 മില്ലിമീറ്റർ ആയിരിക്കും. നമുക്ക് RC ഓൾറെഡി 0.02 മീറ്റർ അല്ലെങ്കിൽ 20 മില്ലിമീറ്റർ കിട്ടി. അപ്പം തിക്നെസ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 20 മൈനസ് 10 എന്നുള്ളത് 5 ആവും. റേഡിയസ് അല്ലേ 6 ആവും. ദെൻ ദാറ്റ് ഇസ് ഈക്വൽ ടു 15. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. പലരും 20 മില്ലിമീറ്റർ എഴുതിയിട്ടുണ്ടാവും. തിക്നെസ് ആണ് ചോദിച്ചത്. തിക്നെസ് കാണണമെങ്കിൽ ക്രിട്ടിക്കൽ റേഡിയസ് നിന്നും ഉള്ള റേഡിയസ് കുറച്ചാലേ എന്ത് കിട്ടത്തുള്ളൂ? തിക്നെസ് കിട്ടത്തുള്ളൂ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. 15 millimeter is the right answer. Clear ആണ്? Next question, 57th question. The correlation NUD is equal to Nusselt number diameter is equal to 48/11 holds good for heat transfer in. സ്വാഭാവികമായിട്ടും അത് സംഭവിക്കുന്നത് നമ്മുടെ ലാമിനാർ ഇന്റേണൽ ട്യൂബ്
അല്ലെങ്കിൽ ലാമിനാർ ഫോഴ്സ്ഡ് കൺവെക്ഷൻ ഫോർ ഇന്റേണൽ ട്യൂബ് ഫ്ലോ വിത്ത് കോൺസ്റ്റന്റ് ഹീറ്റ് ഫ്ലക്സ് ബൗണ്ടറി കണ്ടീഷൻ. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. പറയാൻ പറ്റും NU is equal to 4.36 എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ടല്ലേ. NU is equal to 4.36. അത് തന്നെയാണ് കിട്ടിയത് 48/11. അത് സംഭവിക്കുന്നത് 48/11 ആണ് 4.36 കിട്ടുക. അത് സംഭവിക്കുന്നത് ലാമിനാർ ഇന്റേണൽ ട്യൂബ് കോൺസ്റ്റന്റ് ഹീറ്റ് ഫ്ലക്സ് വാളുള്ളതിനാണ് കേട്ടോ. സ്വാഭാവികമായിട്ടും ഓപ്ഷൻ ഡി ആണ് 57th ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 58th question, sorry, 58th question. Which law in thermal radiation gives a relationship between the temperature of a black body and the wavelength at which maximum value of monochromatic emission? Monochromatic emission maximum value, maximum എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം which is about Wien's displacement law. Option A is the right answer. Wien's displacement law കുറിച്ചാണ് ഓപ്ഷൻ എ ആണ് 58th ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 59th question. Two circular plates 1 and 2 with respective areas A1 2 meters square and A1 is equal to 2 meters square and A2 is equal to 5 meters square are exchanging thermal radiation with each other. The shape factor of plate 1 to plate 2 F12 is 0.4. Question പറയുന്നത് what is the shape factor of plate 2 to plate F21 കാണാനാണ് ബ്ലാക്ക് ബോഡി ആണ് പറഞ്ഞത്. ഇത് ഷേപ്പ് ഫാക്ടർ എന്നുള്ള ചോദ്യമാണ്. ചെയ്യുമ്പോൾ നമുക്കറിയാം ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യം പറയണം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് A1ന്റെ വാല്യൂ പറഞ്ഞിട്ടുണ്ട് എത്രയാണ് 2 എന്നാണ്. A2ന്റെ വാല്യൂ പറഞ്ഞിട്ടുണ്ട് 5 എന്നാണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ F12ന്റെ വാല്യൂ പറഞ്ഞിട്ടുണ്ട് വിച്ച് ഈസ് 0.4 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം റെസിപ്രോസിറ്റി തിയറം വെച്ച് A1 F12 is equal to A2 F21 എന്ന് പറയാം. ഇവിടെ നമ്മൾ സ്വാഭാവികമായിട്ട് ഇവിടുന്ന് F21 കാണുകയാണെങ്കിൽ നമുക്ക് വരുന്നത് A1/A2 A1/A2 ഇൻറ്റു F12 എന്ന് പറയും. A1 കിട്ടുന്നതിനുണ്ട് എത്രയാ 2/5 എന്ന് തന്നിട്ടുണ്ട് ഇൻറ്റു F12 0.4 ആണ്. ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നത് 0.16 എന്ന് കിട്ടും. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. 59th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി ആയിട്ട് വരും 0.16. ഓക്കെ, next question, 60th question. Question is, which of the following statement is not an assumption used in LMTD analysis of heat exchangers എന്നാണ് ചോദ്യം. The overall heat transfer is constant. അല്ല, എന്ത് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് is not an assumption എന്നാണ് പറയുന്നത്. Axial conduction is constant. Axial conduction is constant എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട്. സ്പെസിഫിക് ഹീറ്റ് ആൻഡ് മാസ് ഫ്ലോ റേറ്റ്സ് ഓഫ് ഫ്ലൂയിഡ്സ് ആർ കോൺസ്റ്റന്റ്. അതൊരിക്കലും അല്ല. The flow conditions are steady. അപ്പം statement is not an assumption പറഞ്ഞാൽ which is axial conduction is constant. അതാണ് നമുക്ക് ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത്. 60th ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി വരും കേട്ടോ. 61st question. റാങ്കൈൻ സൈക്കിൾ കംപ്രൈസസ് ഓഫ്, സിമ്പിൾ ചോദ്യമാണ്. റാങ്കൈൻ സൈക്കിൾ എന്തൊക്കെ കംപ്രൈസ് എന്തൊക്കെ പ്രോസ് ആണ് അതിനകത്തുള്ളതെന്നാണ്. 2 isotropic process and 2 isotropic അല്ല, 2 isentropic process and 2 constant process ആണല്ലേ. കറക്റ്റ് ആണ്. ആൻസർ ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. റിവേഴ്സിബിൾ അഡിയാബാറ്റിക് രണ്ടെണ്ണവും കൂടാതെ 2 കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസും ചേരുന്ന സൈക്കിളിനെ വിളിക്കുന്ന പേരാണ് റാങ്കൈൻ സൈക്കിൾ. 2 isentropic process and 2 constant അല്ല, 2 iso അല്ല. സ്വാഭാവികമായിട്ടും ആൻസർ കിട്ടുന്ന ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ 61st ക്വസ്റ്റ്യൻ. ക്ലിയർ? 62nd question. In a steam nozzle for the same pressure ratio, the effect of friction leads to. Steam nozzle കൺസെപ്റ്റ് ആണ്. സെയിം പ്രഷർ റേഷ്യോയിൽ സംഭവിക്കുന്നത് ഡ്രൈനസ് ഫ്രാക്ഷൻ ഡിക്രീസ് ആവും. ഡ്രൈനസ് ഫ്രാക്ഷൻ എക്സ് ഡിക്രീസ് ആവും. കൂടാതെ എക്സിറ്റ് വെലോസിറ്റിയും ഡിക്രീസ് ആവും. ഇനി ഓപ്ഷൻ നോക്കൂ. ഇൻക്രീസസ് ഡ്രൈനസ് ഫ്രാക്ഷൻ അല്ല, decreases dryness fraction then of the exit steam and decreases exit velocity. So option B is the right answer. C ഇവിടെ നോക്കിക്കോളൂ, increase dryness fraction അല്ല, decrease dryness fraction അല്ല. ആൻസർ വരുന്നത് സ്വാഭാവികമായിട്ടും സെയിം പ്രഷർ റേഷ്യോ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് സെയിം പ്രഷർ റേഷ്യോ വരുവാണെങ്കിൽ ഡ്രൈനസ് ഫ്രാക്ഷൻ ഡിക്രീസ് ആവും, എക്സിറ്റ് വെലോസിറ്റിയും ഡിക്രീസ് ആവും. അതങ്ങനെ വരുന്ന ഓപ്ഷൻ ബി ഉള്ളൂ. 62nd ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി എന്ന് പറയാൻ പറ്റും. 63rd question. Which of the following type of viscous damping will give periodic motion to the vibrating body? Vibrating body periodic motion. Viscous damping periodic motion നൽകുന്നത് അണ്ടർ ഡാമ്പിംഗിൽ മാത്രമാണ് കേട്ടോ. എവിടെയാണ്? അണ്ടർ ഡാമ്പിംഗിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഓപ്ഷൻ നോക്കുമ്പോൾ 1 only 2 only 3 എന്നാണ് കേട്ടോ. only 2 only 3 എന്ന് വരുന്നുണ്ട്. ഇവിടെ only 2 എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. only 3 എന്നാണ്.
കുഴപ്പമില്ല, ഓൺലി 3 എന്നുണ്ട്, അതുകൊണ്ട് പറ്റിയതാണ്, കുഴപ്പമില്ല. അണ്ടർ ഡാമ്പിംഗിൽ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്, വിസ്കസ് ഡാമ്പിംഗ് പീരിയോഡിക് മോഷൻ നൽകുന്നത്. അതുകൊണ്ട് അണ്ടർ ഡാമ്പിംഗ് ഈസ് ദ റൈറ്റ് ആൻസർ. സോ നമുക്ക് ഓൺലി 2 ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. Then 64th question, primary force in reciprocating engines. റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിനിലെ പ്രൈമറി ഫോഴ്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൈമറി ഫോഴ്സ് പറയുന്നത് പാർഷ്യലി ബാലൻസ്ഡ് ആയിരിക്കും. അതായിരിക്കും ആർ പാർഷ്യലി ബാലൻസ്ഡ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. പ്രൈമറി ഫോഴ്സ് ഇൻ റെസിപ്രോക്കേറ്റിംഗ് എഞ്ചിൻസ് ആർ പാർഷ്യലി ബാലൻസ്ഡ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. Then 65th question, the angle of inclination of the crank to the line of stroke is when swaying couple attains maximum or minimum. Swaying couple extreme ആകുന്ന കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. അത് എക്സ്ട്രീം ആകുന്നത് 45 ഡിഗ്രി സെൽഷ്യസിലും മിനിമം ആകുന്നത് 225 ഡിഗ്രീസ് അല്ലെ. മാക്സിമം swaying couple attains maximum or minimum, which is option B is the right answer. 45 ഡിഗ്രി ആൻഡ് 225 ഡിഗ്രി അല്ലെ. കപ്പിൾ എന്ന് പറയുന്നത് നമുക്കറിയാം സൈൻ 230 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, അവിടെ നിന്ന് കിട്ടുന്നതാണ് 45 ഡിഗ്രി ആണ് 250. ഓക്കെ, ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ 65th question. 66th question, large field gun which comes to initial position after firing in possible times are. അപ്പം ബിഗ് ഫീൽഡ് ഗൺസിൽ റിട്ടേൺ ഫാസ്റ്റസ്റ്റ് ആയിട്ട് വരുന്നത് ഓസിലേഷനിൽ ക്രിട്ടിക്കലി ഡാംപിൾഡ് ആണ് കേട്ടോ. എന്താണ് ക്രിട്ടിക്കലി ഡാംപിൾഡ് ആണ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. Large field gun which comes to initial position after firing in possible times are critically damped. Option A is the right answer. 66th question, option A. 67th question, which of the following theories is suitable for the design of cast iron component? Cast ironന്റെ പ്രത്യേകത നമുക്കറിയാം, അതെന്തായിരിക്കണം, ബ്രിട്ടിലാണ് കാസ്റ്റ് അയൺ. ശരിയാണ്, ബ്രിട്ടിലാണ്. ബ്രിട്ടിലാവുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ് പറയേണ്ടത് അല്ലെ. മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറിയിലാണ് പറയുന്നത്. സോ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി, ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അത് കാസ്റ്റ് അയണിന്റെ പ്രോപ്പർട്ടീസ് വെച്ച് പറഞ്ഞാണ്, ബ്രിട്ടിൽ ഡിസൈൻ ആണ് വേണ്ടത്. അതുകൊണ്ട് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് അല്ലെങ്കിൽ റാങ്കൈൻ തിയറി എന്നൊക്കെ പറയാം, അതാണ് തിയറി വരുന്നത്. മാക്സിമം സ്ട്രെസ് തിയറി, ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ എന്ന് പറയാം. Next question, 68th question, that is ratio of the rivet hole diameter to the pitch of rivet when the tearing efficiency of the riveted joint is 40%. Tearing efficiency 40% ആണ് പറഞ്ഞിരിക്കുകയാണ് അല്ലെ. 40%. Tearing efficiency എന്ന് പറഞ്ഞാൽ 1 - d/p എന്ന് പറയാം അല്ലെ. 1 - d/p ആണ് വരുന്നത്. ചെയ്യുമ്പോൾ അതാണ് നമുക്ക് 0.4 എന്ന് വന്നിരിക്കുന്നത്. സോ d/p കണ്ടുപിടിക്കാൻ വേണ്ടി d/p കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം, 1 - 0.4 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6 എന്ന് വരും. സോ ആൻസർ വിൽ ബി 0.6 d. 68% ആൻസർ 0.6. Clear. 69th question, the design of transverse fillet welded joint is based on. Transverse fillet welded joint ഡിസൈൻ എപ്പോഴും ഷിയർ സ്ട്രെങ്തിനെ ബേസ്ഡ് ആണ് കേട്ടോ. എന്താണ് ഷിയർ സ്ട്രെങ്ത്? ഓപ്ഷൻ എ ഷിയർ സ്ട്രെങ്ത് അല്ലെങ്കിൽ ത്രോട്ട് എന്നൊക്കെ പറയാം. ഷിയർ സ്ട്രെങ്തിനെ ബേസ്ഡ് ആണ് ഡിസൈൻ പറയുന്നത്. സോ 69th question ആൻസർ എ എന്ന് പറയാം. 70th question, the bearing characteristic number is Z is absolute viscosity of the lubricant, N is speed of journal and P is bearing pressure. ഓക്കെ, അങ്ങനെയെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദ്യം. 70th ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത് ZN/P എന്ന് വരും. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ കേട്ടോ. ബിയറിംഗ് ക്യാരക്ടർ നമ്പർ എന്ന് പറഞ്ഞാൽ ബിയറിംഗ് ക്യാരക്ടർ നമ്പർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ZN/P എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ZN/P ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ 70. Number is dash എന്നാണ് കേട്ടോ. Dash if Z absolute velocity, viscosity of the lubricant, any speed channel, and P is the bearing pressure. Okay. Then 71st question, the gears used for connecting two non-intersecting and non-parallel shaft. Non-intersect ചെയ്യാത്തതും നോൺ പാരലൽ ഷാഫ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗിയറിനെ വിളിക്കുന്ന പേരാണ് സ്പൈറൽ ഗിയർ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. സ്പൈറൽ ഗിയർ, ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ 71st question. അതിനെയാണ് സ്പൈറൽ ഗിയറിനെ വിളിക്കുന്ന പേരാണ് ബോം കേട്ടോ. ബോം ഗിയർ. ഓക്കെ. Then the circle on which the involute is generated in spur gear is called. സ്പർ ഗിയറിൽ ഇൻവല്യൂട്ട് ജനറേറ്റ് ചെയ്യുന്ന സർക്കിൾ ഏതെന്ന് വെച്ചാൽ വിച്ച് ഇസ് ബേസ് സർക്കിൾ കേട്ടോ. എന്താണ് ബേസ് സർക്കിൾ? ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ബേസ് സർക്കിൾ ആണ് ആ സർക്കിൾ കേട്ടോ. ഇൻവല്യൂട്ട് ജനറേറ്റ് ചെയ്യുന്ന സ്പർ ഗിയർ ഇൻവല്യൂട്ട് ജനറേറ്റ് ചെയ്യുന്ന സർക്കിളിനെ വിളിക്കുന്ന പേരാണ്
base circle. Okay. 72nd question answer option D. 73rd question. The degree of freedom when the mechanism forms a structure is the degree of freedom. The mechanism becomes structure. The degree of freedom is 0. Option B is the right answer. Option B is the right answer. 0 degree of freedom. Then 74th question. Which of the following is the inversion of double slider crank chain? Inversion of double slider crank chain എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും വരുന്നത് നമ്മുടെ എലിപ്റ്റിക്കൽ റമയിലും അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കോച്ച് ട്യൂബിലുമാണ് കേട്ടോ. സോ അതിനകത്ത് ഓപ്ഷൻ വരുന്നത് 2 and 3. That is option B is the right answer. 2 and 3. Option B is the right answer. സ്കോച്ച് ട്യൂബിലും അതുകൊണ്ട് എലിപ്റ്റിക്കൽ റമയിലുമാണ് double slider crank chain inversion വരുന്നത്. Okay. Next question number 75. The sense of Coriolis component 2 omega v is the same as that of the relative velocity vector v. എന്ന് പറയുന്നത് അറിയാം Coriolis component direction 90 degree ആണ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും 90 degree in the direction of rotation of the line link containing the path. So option A is the answer. 90 degree right answer on direct answer on 75 question. Option A is the right answer. 76th question. The differential gear in an automobile is എന്താണ് ഓട്ടോമൊബൈലിലെ ഡിഫറൻഷ്യൽ ഗിയർ എന്നാണ് which is known as epicyclic gear train. ഏതാണ് epicyclic gear train ആണ് കേട്ടോ. ഓട്ടോമൊബൈലിലെ ഡിഫറൻഷ്യൽ ഗിയർ ഒരു epicyclic gear train ആണ്. So option D is the right answer for 76th question. 77th question. In machine tools chatter is due to chatter ഉണ്ടാകുന്നതിന് കാരണം എന്താണ് എന്നാണ് ചോദ്യം. chatter ഉണ്ടാകുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ സെൽഫ് എക്സൈറ്റഡ് വൈബ്രേഷൻ ആണ് കേട്ടോ. സെൽഫ് എക്സൈറ്റഡ് വൈബ്രേഷൻ. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ കേട്ടോ. ഇൻ മെഷീൻ ടൂൾ chatter ഉണ്ടാകാൻ കാരണം സെൽഫ് എക്സൈറ്റഡ് വൈബ്രേഷൻ ആണ്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. Then 78th question. A good lubricant for thread cutting operation is. Thread cutting operation ഉപയോഗിക്കാൻ പറ്റുന്ന ഗുഡ് ലൂബ്രിക്കന്റ് ഏതാണെന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും വർക്ക്ഷോപ്പിലെ കാര്യം പറയുകയാണെങ്കിൽ വിച്ച് ഈസ് വൈറ്റ് ലെഡ് ആണ് കേട്ടോ. വൈറ്റ് ലെഡ് ആണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ലൂബ്രിക്കന്റ്. സോ ആൻസർ ഈസ് 78th question ആൻസർ ഓപ്ഷൻ ഡി ആയിട്ട് വരും വിച്ച് ഈസ് വൈറ്റ് ലെഡ്. 79th question. Tool life is mostly affected by. Tool life affect നമുക്കറിയാം tool life ഇക്വേഷൻ VT raised to n is equal to constant എന്നാണ്. അതുകൊണ്ട് തന്നെ പറയാം tool life എന്തിനെ അഫക്ട് ചെയ്യുന്നു? V കട്ടിംഗ് സ്പീഡിനെയാണ് അഫക്ട് ചെയ്യുന്നത്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ അല്ലേ. ഓപ്ഷൻ എ ഇസ് ദ കിലോമീറ്ററോ മൈക്രോസ്ട്രക്ചറോ അല്ല, ഫീഡ് ആൻഡ് ഡെപ്ത് ഒന്നും അല്ല, വിച്ച് ഈസ് കട്ടിംഗ് സ്പീഡ് ഇക്വേഷൻ എന്ന് പറയാം. VT raised to n is equal to Taylor's equation അല്ലേ. Taylor's equation വെച്ച് പറയാൻ പറ്റും കട്ടിംഗ് സ്പീഡിനെയാണ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ 79th question. 80th question. The machining process in which the metal of workpiece is dissolved is. വർക്ക്പീസ് ഡിസോൾവ് ആയി പോകുന്ന അല്ലെ, മെറ്റൽ ഓഫ് വർക്ക് പീസ് ഈസ് ഡിസോൾവ് ആകുന്ന മെഷീനിങ് പ്രോസസ് സ്വാഭാവികമായിട്ടും സിമ്പിൾ ആണ്, വിച്ച് ഈസ് ECM, ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ 18th question. ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ്, വിച്ച് ഈസ് ഓപ്ഷൻ ഡി. 81st question. The powder metallurgy part has tiny capillary pores all over which can be filled by oil or other lubricant is called impregnation. Impregnation. Option B is the right answer. Impregnation. Pores oil which fill ചെയ്യുന്ന പ്രോസസ് വിളിക്കുന്നവരാണ് impregnation. Option B is the right answer. 81st question answer option B എന്ന് വരും. 82nd question. Increasing the positive back rake angle will make the tool. പോസിറ്റീവ് ബാക്ക് റേക്ക് ആംഗിൾ കൂട്ടുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നതാണ്? ടൂൾ ബിക്കംസ് വീക്കർ. എന്ത് പറ്റും? ടൂള് വീക്കർ ആയിട്ട് മാറും. വീക്കർ എന്ന് പറഞ്ഞാൽ ഷാർപ്പർ തിന്നർ വെഡ്ജ്. അതുകൊണ്ട് ഓപ്ഷൻ എ എന്ന് പറയാം, വീക്കർ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. 83rd question. A shaft rotating in a bush bearing is an example of എന്താണ്? സ്ലൈഡിംഗ് ഫിറ്റ് ഓർ റണ്ണിംഗ് ഫിറ്റ്, വിച്ച് ഈസ് റണ്ണിംഗ് ഫിറ്റ്. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. റണ്ണിംഗ് ഫിറ്റ് അല്ലെങ്കിൽ അതിനെ മറ്റൊരു പേര് വിളിക്കും ക്ലിയറൻസ് ഫിറ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം കേട്ടോ. Shaft in bush bearing, which is known as running fit or clearance fit. Option B is the right answer for 83rd question. 84th question. The following is not a method to find effective thread diameter. താഴെ പറയുന്ന effective thread diameter നോട്ടാ പറഞ്ഞിരിക്കുന്നത്, നോട്ട് എ. നോട്ടാ പറഞ്ഞിരിക്കുന്നത് effective thread diameter ഉപയോഗിക്കുന്നത് നമ്മുടെ VP's മെത്തേഡ് ആണ് കേട്ടോ. ഓപ്ഷൻ സി is the right answer കേട്ടോ. That is VP's method.
ബാക്കിയുള്ളതെല്ലാം ത്രെഡ് മൈക്രോമീറ്ററും 2 വയർ മെത്തേഡും 3 വയർ മെത്തേഡും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. VP's മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കാത്തത്. So 84th question answer C എന്ന് വരും. 85th question, the distance from the joint root to the toe of the weld is called. Joint root തൊട്ട് ടോ വരെയുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എന്താണ്? ലെഗ് എന്ന് വിളിക്കുന്നത്. Which is known as leg. Option A is the right answer. Leg. Leg is the right answer. Throat, that is value 0.707 അല്ലേ? Next question, 86th question. In a solid state welding, the contamination layers between the surface to be welded are removed by. Solid state welding കാര്യമാണ് പറയുന്നത്. കണ്ടാമിനേഷൻ റിമൂവ് ചെയ്യുന്നത് മെയിൻലി ഏത് വെച്ചാ? പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ വെച്ചാണ് കേട്ടോ. എന്താണ്? പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ വെച്ചാണ് സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗിൽ കണ്ടാമിനേഷൻ നമ്മൾ റിമൂവ് ആക്കുന്നത് കേട്ടോ. 87th question. Ornaments are cast by. Ornaments എങ്ങനെയാണ് കാസ്റ്റ് ചെയ്യുന്നത്? Which is used by die casting. Die casting വെച്ചാണ് ഓർണമെന്റ്സ് ഉണ്ടാകുന്നത്. ഡൈ കാസ്റ്റിംഗ് ആണ് സ്മോൾ അല്ലെങ്കിൽ നല്ല ഇൻട്രിക്കേറ്റ് ഷേപ്പ് കിട്ടുന്ന സാധനം, നോൺ ഫെറസ് ആയിട്ടുള്ള പാർട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഡൈ കാസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ 87th question, ഡൈ കാസ്റ്റിംഗ്. 88th question. In centrifugal casting, impurities are. Centrifugal casting impurities എന്ന് പറയുന്നത് എന്താണ്? എവിടെ കളക്ട് ചെയ്യും? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് കളക്ട് അറ്റ് ദ സെന്റർ ഓഫ് ദ കാസ്റ്റിംഗ്. എന്തായിരിക്കും എപ്പോഴും എവിടെ കളക്ട് ചെയ്യും? സ്വാഭാവികമായിട്ടും സിമ്പിൾ ആയിട്ട് പറയാനുള്ളത് ഇമ്പ്യൂരിറ്റീസ് എല്ലാം സെന്ററി വരും, കാരണം സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കാരണമാണ്. സോ സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗിൽ ഇമ്പ്യൂരിറ്റീസ് സെന്ററി കളക്ട് ചെയ്യും. സോ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഫോഴ്സ് ഔട്ട്സൈഡ് സർഫസ് എഴുതരുത്, അകത്തേക്കാണ് വരുന്നത് കേട്ടോ. അകത്താണ് പോകുന്നത്, അവിടെയാണ് ഇമ്പ്യൂരിറ്റീസ് കളക്ട് ആവുന്നത്. സോ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ 88th question. 89th question. Which of the following is or are used for selective inventory classification? Selective inventory classification വേണ്ടി ഉപയോഗിക്കുന്നത് ABC അനാലിസിസ്, HML അനാലിസിസ്. ശരിക്കും പറഞ്ഞാൽ ABC അനാലിസിസ് ഉപയോഗിക്കുന്നുണ്ട്, HML അനാലിസിസ് ഉപയോഗിക്കുന്നുണ്ട്, VD അനാലിസിസ് ഉപയോഗിക്കുന്നുണ്ട്, FS ആണ്. അപ്പം സ്വാഭാവികമായിട്ടും ആൻസർ വരുന്നത് all of the above ആണ് കേട്ടോ. ഓപ്ഷൻ D is the right answer, all of the above. 89th question answer all of the above. 90th question. Which of the following is or are correct about duality in linear programming? എന്താണ് പറയുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ളതാണ് ലീനിയർ പ്രോഗ്രാമിംഗ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് primal is a maximization problem, dual will also be a maximization problem. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫോൾസ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. ട്രൂ എന്ന് പറയുന്നത് the number of primal distant variable equal the number of dual constraints and the number of primal constraints is equal to the number of dual constraints. So ഇത് true ആണ്. So option B is the right answer for 90th question. Option B is the right answer. Duality യെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. Duality in linear program. 91st question. Customers arrive at a hospital at the rate of 5 per hour. 5 per hour. Poison arrival. And the doctor can serve at the rate of 10 per hour exponential. What is the probability that a customer does not have to wait and walks to the doctor's room? So അത് നമുക്കറിയാം ലാംഡ is equal to 5/h എന്ന് പറയാം. കൂടാതെ mu is equal to 10/h എന്ന് പറയാം. ഓക്കെ, ഇവിടെ റോ പറഞ്ഞു റോ is equal to 0.5 ആണല്ലേ, 0.5 ആണ്. സോ ആൻസർ വരുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ, ദാറ്റ് ഈസ് 0.5 എന്ന് പറയാം. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. പ്രോബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 1 മൈനസ് റോ ചെയ്ത 0.5 ഇട്ട്. സോ 0.5 നമുക്ക് ആൻസർ ആയിട്ട് വരും. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ 91st question. Then 92nd question. Which of the following is or are correct in a balanced transportation problem? എന്താണ് പറയുന്നത്? ബാലൻസ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഏതാണ് കറക്റ്റ് എന്നാണ്. കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, ചിക്കൻ കറക്റ്റ് ആണ്. ഫസ്റ്റ് വൺ, ടോട്ടൽ സപ്ലൈ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിമാൻഡ്. ശരിയാണ്. ഓക്കെ, Vogels approximation method cannot be used for finding a basic feasible solution. അത് false ആണ്. സോ ഏതായിരിക്കും ആൻസർ വരുന്നത്? Only one, that is option A is the right answer. Only A is the right answer. Only one is the right answer. Option A is the 92nd question, the right answer. Okay. 93rd question. The length of time between placing an order and receipt of items is called. Length of time between placing an order and receipt of items is called
93rd ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിനെ വിളിക്കുന്ന പേരെന്തുവാ? ലീഡ് ടൈം എന്നാ കേട്ടോ. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ലീഡ് ടൈം, അതിനെയാണ് ലീഡ് ടൈം. ലെങ്ത് ഓഫ് ടൈമിനും ഓർഡർ പ്ലേസ് റിസിപ്റ്റിന്റെ ഇടയ്ക്കുള്ള സമയത്ത് വിളിക്കുന്ന പേരാണ് എന്ത്? ലീഡ് ടൈം എന്ന് പറയാം. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. 94th question. Which of the following is or are the assumptions of economic ordering quantity with instantaneous stock replenishment model? Basic inventory മോഡലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഡിമാൻഡ് ഈസ് ഡിറ്റർമിനിസ്റ്റിക് എന്ന് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ദെൻ അടുത്തത് ഫിക്സഡ് ലീഡ് ടൈം ഈസ് ഹൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ പ്രൈസ് ഓഫ് മെറ്റീരിയൽ ഈസ് ഫിക്സഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. Then order costing does not vary with the order quantity എന്നാണ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ എന്താ ചോദിച്ചിരിക്കുന്ന അസംഷൻസ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് അസംഷൻസ് ഇൻസ്റ്റന്റേനിയസ് സ്റ്റോക്ക് എന്ന് പറയാം. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 1 അതേ ഡിമാൻഡ് ഈസ് ഡിറ്റർമിനിസ്റ്റിക്. Then 3 price of material is fixed. Then ordering cost does not vary with the order quantity. Lead time is high എന്ന് പറയാൻ പറ്റത്തില്ല. So option 1, 3, 4. Option C is the right answer for this question. 94th question answer option C ആയിട്ട് വരും. 95th question. In quality control, which of the following is control charts for attributes? Quality control അല്ലെ, ക്വാളിറ്റി കൺട്രോളിന്റെ കേസ് ആണ് പറഞ്ഞിരിക്കുന്നത്. കൺട്രോൾ ചാർട്ട്സ് ഫോർ attributes which is known as P chart. അതിനെ വിളിക്കുന്ന പേരാണ് P chart. Okay, option B is the right answer. P chart. 96th question. Which is the following is or are the advantage of acceptance sampling? അക്സെപ്റ്റൻസ് സാമ്പിളിങ്ങിന്റെ അഡ്വാൻറ്റേജ് ആണ് ലെസ് എക്സ്പെൻസീവ് ദാൻ 100% ഇൻസ്പെക്ഷൻ. ശരിയാണല്ലേ? ലെസ് എക്സ്പെൻസീവ് ദാൻ 100% ഇൻസ്പെക്ഷൻ ശരിയാണ്. ദെൻ വേർ സെക്കൻഡ് വൺ, വേർ ഇൻസ്പെക്ഷൻ മേ കോസ് ഡാമേജ് ഓർ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ, അക്സെപ്റ്റൻസ് സാമ്പിളിംഗ് ഈസ് മോർ യൂസ്ഫുൾ. രണ്ടുമാണ് അല്ലേ? സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് ബോത്ത് 1 and 2. 97th question. Which is the following is or are the advantages of work study? Work studyയുടെ അഡ്വാൻറ്റേജ് ആണ് യൂണിഫോം ആൻഡ് ഇംപ്രൂവ് പ്രൊഡക്ഷൻ. ശരിയാണ്. ദെൻ ഹയർ പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി. ശരിയാണ്. രണ്ടും ശരിയാണ്. സോ 97th ആൻസർ എന്ന് പറയുന്നത് രണ്ടും വരും. ബോത്ത് 1 and 2. ഓപ്ഷൻ സി again. Option C is the right answer for 97th question. 98th question. Which is the following is or are is the purpose of a multiple activity chart? Multiple activity ചാർട്ടിന്റെ പർപ്പസ് ആണ് to detect idle times being enforced on machining and workers. ശരിയാണ്. To optimize work distribution between workers and machines. ശരിയാണ്. Then to examine the interdependency of activity. അതും ശരിയാണ്. So 98th answer, all of the above. Option D is the right answer. 99. Which of the following is or are part of ഒരേപോലെ ക്വസ്റ്റ്യൻ ആണല്ലേ, part of Taylor's principle concerned with the scientific management? First one, ensure operation through incentive and provides a work environment that reinforces optimal work result in a scientific manner. ശരിയാണ്. Then divide responsibility for managing and working and devise scientific education and training program. ശരിയാണ്. രണ്ടും ശരിയാണ്. Both 1 and 2. 99th question C ആൻസർ ആയിട്ട് വരും. Both 1 and cooperation with incentives, scientific training and division responsibility എന്നാണ് പറയുന്നത്. സോ അത് രണ്ടും എടുത്ത് വരുന്നുണ്ട്. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. 100th question. Which of the following is true about a line and staff organization? താരം പറയുന്നതിൽ ഏതാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ? The line managers can seek help from specialized by way of advice. അല്ലെ? അപ്പം പറഞ്ഞ ലൈൻ ക്യാൻ സീക്ക് സ്റ്റാഫ് അഡ്വൈസ്. ശരിയാണല്ലേ? ശരിയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ദെൻ സ്റ്റാഫ് മെമ്പേഴ്സ് ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഇൻ എ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ഇല്ല, തെറ്റാണ്. കാരണം എന്താണ്? ഡു നോട്ട് ഹാവ് ലൈൻ അതോറിറ്റി. ഫോൾസ് ആണ് പറഞ്ഞത്. സോ ആൻസർ വരുന്നത് ഫസ്റ്റ് മാത്രം എന്നുള്ളത് only one എന്നുള്ളത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ റൈറ്റ് ആൻസർ. അപ്പം നമ്മുടെ ഇന്ന് നടന്ന എക്സാമിന്റെ ഞാൻ പറഞ്ഞല്ലോ ബി കോഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. ബി കോഡാണ് ഓർത്തിരിക്കുക. അപ്പൊ എക്സാമിന്റെ ആൻസേഴ്സ് ഇത്രയാണ് വരുന്നത്. എല്ലാവർക്കും നല്ല രീതിയിൽ ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ സ്പെസിഫിക് ആയിട്ടുള്ളതാണ്. ആൻസേഴ്സ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. സോ മാക്സിമത്തിൽ എല്ലാവരും എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ ആൻസർ ഡിസ്കഷനിൽ ഉദ്ദേശിച്ചത്.
അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിന്റെ, അതായത് യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ഈ 2 എക്സാം കൂടെ വരാനുണ്ട്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 90 to 100 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ഇച്ചിരി കൺഫ്യൂസിംഗ് ആണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പല തെർമോഡൈനാമിക്സിനും മോസ് എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നല്ല മാർക്ക് സ്കോർ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. അപ്പം ഇത്രയും നേരം പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് താങ്ക് യു. വീണ്ടും നമ്മുടെ ഏണസ്റ്റ് അക്കാദമിയുടെ ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.